ഞാൻ പറഞ്ഞില്ല, ഞാൻ അതിനെക്കുറിച്ച് ചർച്ചയ്ക്കില്ല. നമുക്ക് അർഹതപ്പെട്ടത് എന്ന് നാട്ടിലെ മുഴുവൻ ആളുകളും പറയുന്ന ചില കാര്യങ്ങൾ നമുക്ക് കിട്ടാതെ പോകുമ്പോൾ ഉണ്ടാകുന്ന വേദനയുണ്ടാവും. ഞാൻ അത്തരം കാര്യങ്ങളെക്കുറിച്ച് ഒരു കാലത്തും പരസ്യമായിട്ടുള്ളൊരു പരാതി പറയുന്ന ആളായിട്ട് നിങ്ങളുടെ മുന്നിൽ വരില്ല. ആ ചോദ്യത്തിന് എനിക്ക് മറുപടിയില്ല. ഏതെങ്കിലും തരത്തിൽ ഒരു ആത്മവിമർശനം എന്തെങ്കിലും ഉണ്ടോ എന്ന് നിങ്ങൾ ചോദിച്ചാൽ എനിക്ക് പറയാനുള്ളൊരു പോയിൻ്റ് അതാണ്. ഈ സാമൂഹ്യ നീതിയുടെ രാഷ്ട്രീയം രാഹുൽ ഗാന്ധി മുന്നോട്ട് വയ്ക്കുന്നതിൻ്റെ അതിൻ്റെ ഡെപ്തിനെയും അതിൻ്റെ ഒരു റെലവൻസിനെയും പൂർണ്ണാർത്ഥത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് കേരളത്തിൽ അതിനെ ജനങ്ങൾക്കിടയിൽ അവതരിപ്പിക്കാൻ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം വേണ്ട രീതിയിൽ കടന്നു വന്നിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ വിമർശനം. ഈ ഇലക്ഷൻ എന്ന് പറയുന്നത് അങ്ങനെ ഒരു പ്രത്യേകമായിട്ടുള്ള ഏതെങ്കിലും നേതാവിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടായിരിക്കില്ല. നമ്മൾ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്ന മുഴുവൻ ആളുകൾക്കും MLA ആവണം, MP ആവണം എന്നൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ടാവും. ഞാനത് നിഷേധിക്കുന്നില്ല. കോൺഗ്രസ് ബേസിക്കലി ഒരു സമവായമാണ്. അപ്പോൾ ഏത് തീരുമാനം എടുത്താലും അതിനോട് പൂർണ്ണമായി യോജിപ്പില്ലാത്ത കുറച്ച് ആളുകൾ കോൺഗ്രസിനകത്ത് ഉണ്ടാവും. കോൺഗ്രസ്സിലെ ഇന്ന നേതാവ് ഇങ്ങനെ പറഞ്ഞല്ലോ, പൊട്ടിത്തെറിച്ചല്ലോ, അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? അപ്പോൾ പുള്ളി എന്തെങ്കിലും പറയുമല്ലോ. അപ്പോൾ രണ്ടും വാർത്തകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു നല്ല ഉൽപ്പന്നമായിട്ട് കോൺഗ്രസ് പലപ്പോഴും മാറുന്നുണ്ട്. അതൊക്കെയാണ് നിങ്ങളുടെ മാധ്യമങ്ങളുടെയും ഏറ്റവും ഇഷ്ട ഭക്ഷണം. അതൊക്കെയാണ്. കോൺഗ്രസ്സിൽ യോജിപ്പില്ല, കോൺഗ്രസ്സിൽ തമ്മിലടിയാണ്, കോൺഗ്രസ്സിൽ ചേരിപ്പോര്, തമ്മിലടി, ഇങ്ങനെ കുറേ വാക്കുകൾ നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മൂന്നാമത്തെ ഇലക്ഷനിൽ ഞാൻ പരാജയപ്പെട്ടു. പക്ഷേ 10 വർഷം ഞാൻ അത്യാവശ്യം എൻ്റെ നാടിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് പണിയെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു സെൽഫ് അപ്രൈസൽ. തൃത്താലയ്ക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കിയൊരു പോളിസിയാണ് ഇന്ന് കേരളത്തിൽ ഇത്രയധികം ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾ ഒരുമിച്ച് വരാനുള്ള സാഹചര്യം ഉണ്ടാക്കിയെന്നുള്ളത്. ഏറ്റവും പ്രോഫിറ്റബിൾ ആകുമെന്ന് ഉറപ്പുള്ള ഒരു സംരംഭം എന്ന് പറയുന്നത്, ഒരു ബിസിനസ് സംരംഭം എന്ന് പറയുന്നത് CPM അനുകൂല PR ഏജൻസി നിങ്ങൾ തുടങ്ങിയാൽ അത് നല്ല സംരംഭമായിരിക്കും. അയ്യപ്പൻ്റെ സ്വർണ്ണത്തിൽ പോലും കൈവയ്ക്കാമെന്നുള്ള ധൈര്യത്തിലേക്കൊക്കെ കാര്യങ്ങൾ വന്നിരിക്കുന്നത്. രാഷ്ട്രീയക്കാരൻ്റെ മക്കളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങൾ അത് കാര്യത്തിൽ അവരെ കാര്യമായിട്ട് കിട്ടുന്നില്ല. ഞാൻ അതിൽ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു, വേറെ തരത്തിലുള്ള പിൻവാതിൽ ജോലിയൊന്നും പ്രതീക്ഷിക്കേണ്ട. അത് വല്ലതും വേണമെന്നുണ്ടെങ്കിൽ പഠിച്ച് പരീക്ഷ എഴുതി തന്നെ ആയിക്കോ എന്ന് പറഞ്ഞിരുന്നു. ഇന്ന് നമുക്കൊപ്പം ഉള്ളത് KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാമാണ്. നമസ്കാരം. നമസ്കാരം. അപ്പോൾ എന്താണ് തെരഞ്ഞെടുപ്പൊക്കെ ഇങ്ങ് അടുത്തു, എന്താണ് തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ? നമുക്ക് കുറച്ച് രാഷ്ട്രീയവും കുറച്ച് ഫാമിലി ലൈഫൊക്കെ പറഞ്ഞങ്ങ് പോയാലോ? തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് അടുത്തു. VT ബൽറാം എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ, അല്ലെങ്കിൽ ഒരു കോൺഗ്രസ് നേതാവിൻ്റെ ഒരു ജീവിതയാത്ര നമുക്കൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ, കലാലയ ജീവിതം മുതൽ എനിക്ക് തോന്നുന്നു ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിട്ട് മാറിയ വ്യക്തിയാണ്. ഒരു വിദ്യാസമ്പന്നനാണ്. അതായത് BTech ഉണ്ട്, LLB ഉണ്ട്, MBA ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ 3 ബിരുദങ്ങളും നേടിക്കഴിഞ്ഞിട്ടും ഒരു രാഷ്ട്രീയക്കാരൻ എന്ന രീതിയിലേക്ക് എങ്ങനെയാണ് മാറിയത്? എപ്പോൾ മുതലാണ് അങ്ങനെ ഒരു ചിന്ത മനസ്സിലേക്ക് VT ബൽറാമിന് വന്നത്? ഞാൻ ആക്ച്വലി വിദ്യാർത്ഥി ആവുമ്പോൾ തന്നെയാണ് രാഷ്ട്രീയത്തിൽ വന്നത്. എന്നാൽ കോളേജ് വിദ്യാർത്ഥി ആവുന്ന ഘട്ടത്തിലല്ല. അതിന് മുമ്പ് തന്നെ സ്കൂൾ വിദ്യാർത്ഥി ആയിരിക്കുന്ന ഘട്ടത്തിൽ തന്നെ എൻ്റെ ഒരു ഫീൽഡ് രാഷ്ട്രീയമാണ്, അല്ലെങ്കിൽ എനിക്ക് കൂടുതൽ പ്രവർത്തിക്കാനും പെർഫോം ചെയ്യാനും ഒക്കെ കഴിയുന്നത്, എനിക്ക് താല്പര്യമുള്ളത്, എൻ്റെ ഒരു ആപ്റ്റിറ്റ്യൂഡ് ആ മേഖലയിലാണ് എന്ന് തിരിച്ചറിഞ്ഞ ഒരാളാണ്. അപ്പോൾ ആ നിലയിലൊരു തീരുമാനം എടുത്തത് എനിക്ക് തോന്നുന്നു ഒരു 9ാം ക്ലാസ് 10ാം ക്ലാസ്സൊക്കെ ആവുമ്പോഴേക്കും ഞാൻ ആ നിലയിലൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. പക്ഷേ ഞാൻ പഠിച്ചത് +2 വരെ ഒരു റെസിഡൻഷ്യൽ സ്കൂളായതുകൊണ്ട് എനിക്ക് നേരിട്ട് പ്രവർത്തിക്കാൻ ആ സമയത്ത് അവസരം ഉണ്ടായില്ല, അവിടെ രാഷ്ട്രീയമൊന്നും ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ ആക്ച്വലി ഞാൻ +2 കഴിയാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു, കോളേജിൽ ചേരാനും അവിടെ KSUവിലൂടെ കോൺഗ്രസ് പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ. അപ്പോൾ അത് +2 കഴിഞ്ഞു, നേരെ ഡിഗ്രിക്ക് ആദ്യം ചേർന്നു. ഞാൻ ഒരു 3 ഇയർ ഡിഗ്രി BSc കെമിസ്ട്രി ചെയ്തതിന് ശേഷമാണ് നിങ്ങൾ പറഞ്ഞ BTechഉം MBAയും LLB ഒക്കെ ചെയ്തത്. അപ്പം ആ ത്രൂ ഔട്ട് എല്ലാ കാലവും ഞാൻ റെഗുലർ കോളേജിൽ പഠിച്ച ഒരു വിദ്യാർത്ഥി ആയതുകൊണ്ട് മുഴുവൻ കാലഘട്ടത്തിലും വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും ഇപ്പം നമ്മൾ ചെറുപ്പകാലത്തൊക്കെ ആണെങ്കിൽ, ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ എനിക്കൊരു ഡോക്ടർ ആവണം, അല്ലെങ്കിൽ എനിക്കൊരു ജേർണലിസ്റ്റ് ആവണം, നമ്മൾ പണ്ട് മുതലേ ആഗ്രഹിക്കുമല്ലോ. പക്ഷേ ഈ പറഞ്ഞ ഡിഗ്രികൾ കുറേ എടുത്തു, അതിനിടയ്ക്ക് രാഷ്ട്രീയം. അപ്പോഴും ഈ രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് നമുക്ക് ആകർഷിക്കാനൊരു കാരണം വേണമല്ലോ. എന്തായിരുന്നു ഒരു ആകർഷണം ഉണ്ടായിരുന്നത്? ആകർഷണം എന്ന് പറയുന്നത് ഒരു ഐഡിയോളജിക്കൽ അട്രാക്ഷൻ തന്നെയാണ്. എനിക്കങ്ങനെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലമോ പാരമ്പര്യമോ കുടുംബത്തിൽ നിന്ന് അധികമില്ല. എൻ്റെ ഒരു അമ്മാവൻ, അതായത് അമ്മയുടെ കസിൻ, അദ്ദേഹം കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതാവും മണ്ഡലം പ്രസിഡൻറ്റും ഒക്കെ ആയിരുന്നു. പക്ഷേ അദ്ദേഹം കുറച്ച് നേരത്തെ മരിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം വളരെ സജീവമായിരുന്ന സമയത്ത് ഞങ്ങളൊക്കെ കുട്ടികളായിരുന്നു. അപ്പോൾ ആ നിലയ്ക്കുള്ളൊരു പാരമ്പര്യം പറയാൻ പറ്റില്ല. പിന്നീട് ഈ പറഞ്ഞ പോലെ എൻ്റെ ഒരു 8ാം ക്ലാസ് 9ാം ക്ലാസ് 10ാം ക്ലാസ്സൊക്കെ സമയത്താണ് എനിക്ക് രാഷ്ട്രീയത്തിൽ താല്പര്യം വന്നു തുടങ്ങിയത്. അതിൻ്റെ ഒരു ചോദിക്കുമ്പോൾ എനിക്ക് പറയാൻ പറ്റുന്ന ഒരു ഇമ്മീഡിയറ്റ് ട്രിഗർ എന്നൊക്കെ പറയാൻ പറ്റുന്നൊരു കാര്യം,
രാജീവ് ഗാന്ധി കൊല്ലപ്പെടുന്നത് ഞാൻ 8ാം ക്ലാസ് കഴിഞ്ഞ് 9ാം ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്ന ആ വെക്കേഷൻ സമയത്താണ്, 1991 മെയ് 21. അപ്പോൾ ആ സമയത്ത് രാജീവ് ഗാന്ധിയെക്കുറിച്ചുള്ള ഒരുപാട് പത്രങ്ങളിലും മാഗസിൻസിലും ഒക്കെ ഒരുപാട് വായിക്കാനും അതിനെ വല്ലാണ്ട് ടച്ച് ചെയ്തു. ആ ഒരു മരണത്തിൻ്റെ ഒരു ഭീകരത, ദാരുണം ആയിട്ടുള്ള ഒരു കൊലപാതകമായിരുന്നല്ലോ. അപ്പോൾ അത് പേഴ്സണലായിട്ട് എൻ്റെ ഒരു വേണ്ടപ്പെട്ട ഒരാൾ കൊല്ലപ്പെട്ട പോലെ ഒരു ഫീൽ ഉണ്ടായി. അതോടെ അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ വായിക്കാനും അറിയാനും. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിന് ശേഷം ഇലക്ഷൻ വരുന്നു, ഒരു കോൺഗ്രസ് ഗവൺമെൻറ് തന്നെ വീണ്ടും അധികാരത്തിൽ വരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ രാജ്യത്തുണ്ടാകുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഈ 90s എന്ന് പറയുന്നത്. ലൈക്ക് ഈ സാമ്പത്തിക പരിഷ്കാരങ്ങൾ വരുന്നു, ഈ ബാബറി മസ്ജിദ് മൂവ്മെൻറ്റ് ശക്തമാകുന്നു, ബാബറി മസ്ജിദ് തകർക്കപ്പെടുന്നു, പഞ്ചായത്തി രാജ് വരുന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആ ഒരു 5 ഇയേഴ്സിനകത്ത് നടന്നിട്ടുണ്ട്. ഇൻ്റർനാഷണൽ രംഗത്തൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ സ്വാഭാവികമായിട്ട് അതിനെ ഫോളോ ചെയ്യുന്ന ഒരാൾ എന്ന നിലയിൽ രാഷ്ട്രീയത്തിൽ ഞാൻ വളരെ താല്പര്യത്തോടു കൂടി തന്നെ അതിനൊക്കെ വായിക്കുകയും കാണുകയും അറിയുകയും ചർച്ച ചെയ്യും. ഈ പറഞ്ഞ പോലെ ഹോസ്റ്റലിൽ ക്ലാസ്മേറ്റ്സൊക്കെ ആയിട്ട് രാഷ്ട്രീയം ചർച്ച ചെയ്യുകയൊക്കെ ചെയ്യുന്നൊരവസ്ഥയിലേക്ക് എത്തിയിരുന്നു. അപ്പോൾ അതാണ് എൻ്റെ ഒരു 10ാം ക്ലാസ്സൊക്കെ കഴിയുമ്പോഴേക്കും തന്നെ എനിക്ക് രാഷ്ട്രീയത്തിൽ നല്ല താല്പര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു അമ്മാവൻ മാത്രമാണ് ഒരു രാഷ്ട്രീയ ഓർമ്മ അതല്ലെങ്കിൽ ആ ഒരു പശ്ചാത്തലം ഉള്ളൂ എന്ന് പറഞ്ഞു, ഒരു അമ്മാവൻ വഴി മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ രാഷ്ട്രീയത്തിലേക്കൊക്കെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ നന്നായിട്ട് പഠിക്കുന്ന ഒരു വ്യക്തിക്കാണല്ലോ ഇത്രയും ഒരു ബിരുദമൊക്കെ നേടാൻ സാധിക്കുള്ളൂ. എങ്ങനെ വന്നാലും നമുക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ രാഷ്ട്രീയത്തിലേക്കൊക്കെ ഇറങ്ങിയപ്പോൾ വീട്ടിൽ നിന്നൊക്കെ ഉള്ളൊരു പ്രതികരണം എന്തായിരുന്നു പൊതുവേ? ഞാൻ ക്യാമ്പസ് രാഷ്ട്രീയത്തിൽ ഒരു ഘട്ടത്തിനപ്പുറം വളരെ സജീവമായി നേതൃതലത്തിലേക്കൊക്കെ ക്യാമ്പസിൽ വന്നതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ വീട്ടിൽ അറിയുന്നത്. അതായത് ഞാൻ ഡിഗ്രി പഠിക്കുന്നത് എൻ്റെ ഗുരുവായൂരുള്ള എൻ്റെ കസിൻ സിസ്റ്ററുടെ വീട്ടിൽ നിന്നുകൊണ്ടാണ്. അപ്പോൾ അച്ഛനും അമ്മയും എൻ്റെ കൂടെയല്ല, ഈ തൃത്താലയിലുള്ള വീട്ടിലാണ്. അപ്പോൾ ഞാൻ അവിടെ അവരുടെ വീട്ടിൽ നിന്നുകൊണ്ടാണ് പഠിക്കുന്നത്. അപ്പോൾ ഞാൻ KSUവിൽ അംഗത്വം എടുത്തു. KSUവിൻ്റെ യൂണിറ്റ് ഭാരവാഹിയായി. KSUവിന് വേണ്ടി പോസ്റ്ററൊക്കെ ഞാൻ അത്യാവശ്യം വരയ്ക്കുകയും എഴുതാനൊക്കെ പറ്റുന്നതാണ്. അപ്പോൾ ക്യാമ്പസിൽ എല്ലാ ദിവസവും പോസ്റ്ററുകളൊക്കെ എഴുതും. അപ്പോൾ രാത്രി തലേ ദിവസം റൂമൊക്കെ അടച്ചിട്ട് പോസ്റ്റർ എഴുതി പോസ്റ്ററൊക്കെ ഉണക്കാൻ വെച്ച് രാവിലെ ആകുമ്പോഴേക്കും അത് ഉണങ്ങി കിട്ടി അത് മുഴുവൻ മടക്കി ചുരുട്ടി അത് ബാഗിനകത്തിട്ട് ആരും കാണാതെ ക്യാമ്പസിൽ കൊണ്ടുപോയ ശേഷമാണ് ഇത് തുറക്കുക. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അതിൻ്റെ തുടക്കകാലം. പിന്നീട് ഞാൻ ക്യാമ്പസ് ഇലക്ഷനിൽ മത്സരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ വീട്ടിൽ അറിയുന്നത് രാഷ്ട്രീയത്തിൽ കുറച്ച് താല്പര്യമുണ്ടല്ലോ. അപ്പോൾ തന്നെ ഫസ്റ്റ് ഇയറിൽ ഞാൻ മത്സരിക്കുന്നത് ക്ലാസ് റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടാണ്. അപ്പോൾ അതൊരു വലിയ കുഴപ്പമില്ല. സെക്കൻഡ് ഇയർ ആകുമ്പോഴാണ് യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറൊക്കെ ആയിട്ട് മത്സരിക്കുന്നത്. അപ്പോഴാണ് ഒരു പ്രധാനപ്പെട്ട പോസ്റ്റാണല്ലോ, ഒരു രാഷ്ട്രീയ മത്സരം നടക്കുന്ന ഒരു പോസ്റ്റാണ് ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ 90s ഈ പറയുന്ന UUC പോസ്റ്റ്. അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഘടനയുടെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ മത്സരിക്കുക, അല്ലെങ്കിൽ ശക്തമായിട്ടുള്ള മത്സരം നടക്കുന്ന പോസ്റ്റിലേക്കാണ്. ചെയർമാൻ പോസ്റ്റും UUC പോസ്റ്റുമാണ്. അപ്പോൾ അതിലൊക്കെ മത്സരിച്ചപ്പോഴാണ് അവർക്ക് ഇവൻ സജീവമായിട്ടുണ്ടല്ലേ എന്നുള്ള ഒരു ചർച്ച വീട്ടിൽ തന്നെ വന്നത്. അപ്പോഴേക്കും പക്ഷേ നമ്മൾ പിടിച്ചാൽ കിട്ടാത്ത പോലെ അതിലേക്ക് അങ്ങ് മുഴുവനായിരുന്നു. നമ്മളങ്ങനെ അന്ന് തൊട്ട് നമ്മളങ്ങനെ എഴുതി തള്ളിയ പോലെയായിരുന്നു. അല്ല, അപ്പം ഞാൻ ഓർക്കുന്നുണ്ടോ എന്നുള്ളതൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ. അപ്പൊ അന്ന് കിട്ടിയ ഒരു വോട്ടിന്റെ കണക്കൊക്കെ ഒന്ന് പറഞ്ഞാൽ ഓർക്കാൻ പറ്റുമോ? വോട്ടിൻ്റെ കണക്കെന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ഡിഗ്രി പഠിച്ചത് ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലാണ്. അതൊരു SFIക്ക് നല്ല മുൻതൂക്കമുള്ള അവരുടെ ഒരു ശക്തമായിട്ടുള്ള ക്യാമ്പസാണ്. ഞാൻ ക്യാമ്പസിൽ വരുന്നതിൻ്റെ ഒരു വർഷം മുമ്പ് ഞങ്ങൾക്ക് യൂണിയൻ ഉണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് ഇയർ വന്ന വർഷത്തെ യൂണിയൻ നഷ്ടപ്പെട്ടു. സെക്കൻഡ് ഇയറാണ് ഞാൻ മത്സരിക്കുകയൊക്കെ ചെയ്തത്. സെക്കൻഡ് ഇയറും തേർഡ് ഇയറുമാണ്. അപ്പോൾ ആ 2 വർഷവും ഞങ്ങൾ യൂണിയൻ തിരിച്ചു പിടിച്ചു. എൻ്റെ 3 വർഷത്തിൽ 2 വർഷം യൂണിയൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഫസ്റ്റ് ഇയർ ഞാൻ പറഞ്ഞല്ലോ ക്ലാസ് റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടാണ്, ഇയർ റെപ്രസെൻറ്റേറ്റീവ് ആണ്. അതായത് നമ്മുടെ ബാച്ചിലുള്ള മുഴുവൻ ആളുകളുടെയും വോട്ട് വേണം. അതിൻ്റെ തേർഡ് ഇയർ മത്സരിച്ച സമയത്താണ് യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായിട്ട് മത്സരിക്കുക. അപ്പോൾ 2 UUC ആണ്. സാധാരണ ഈ പറഞ്ഞ പോലെ അന്നത്തെ ഒരു രീതി വെച്ച് 2 വോട്ടുണ്ട്. ബാക്കി എല്ലാ പോസ്റ്റിലേക്കും ഓരോ വോട്ടും UUC ആയിട്ട് 2 വോട്ടും ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് തന്നെ മിക്കവാറും 2 സംഘടനയുടെ ഓരോരുത്തർ ജയിക്കുക എന്നുള്ളതാണ് ഒരു സാധാരണഗതിയുള്ള രീതി. പക്ഷേ ഞങ്ങളുടെ സമയത്ത് ആ 2 സീറ്റും ഞങ്ങൾ ജയിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് UUC ആയിട്ട് ഞാനും സെക്കൻഡ് UUC ആയിട്ട് എൻ്റെ ഒരു സഹപ്രവർത്തകൻ അജയ് കുമാർ എന്ന് പറയും, ഇപ്പോൾ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്. ഞങ്ങൾ 2 പേരും ജയിച്ചു. 3ാമത്തെയും 4ാമത്തെയും ആളുകളായിട്ടാണ് SFIയുടെ സ്ഥാനാർത്ഥികൾ വന്നത്. അപ്പം എനിക്ക് നല്ല ലീഡ് ഉണ്ടായിരുന്നു. 3ാമത്തെ ആളായിട്ട് SFI കാൻഡിഡേറ്റുമായിട്ട് താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ നല്ല ലീഡ് ഉണ്ടായിരുന്നു.
എൻ്റെ സഹപ്രവർത്തകനായിട്ട് നമ്മളുകൊണ്ട് കുറച്ച് ലീഡ് ഉണ്ടായിരുന്നു. അപ്പോൾ കൃത്യമായിട്ടുള്ള വോട്ട് ഞാൻ ഓർക്കുന്നില്ല, പക്ഷെ നല്ലൊരു കംഫർട്ടബിൾ മെജോറിറ്റിയിൽ ഞാൻ വിജയപ്രതീക്ഷ തുടക്കം തന്നെ ഉണ്ടായിരുന്നു. അത് ആ നിലയ്ക്ക് തന്നെ വന്നു എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു അന്ന് മുതൽ ഒരു രാഷ്ട്രീയ ജീവിതം ശരിക്കും തെളിഞ്ഞു വന്നത് ആ സമയം മുതലാണെന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ വേണമെങ്കിൽ പറയാം. ഞാൻ എന്നെ സംബന്ധിച്ച് നേരത്തെ തെളിഞ്ഞിരുന്നു, പക്ഷേ ആളുകൾക്ക് ഇത് പറഞ്ഞ പോലെ ഫീൽ ചെയ്തത് ആ സമയത്ത്. അപ്പോൾ ഞാൻ എന്നിട്ട് അതിന് ശേഷം ഡിഗ്രി റിസൾട്ട് വന്നപ്പോൾ അന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഫസ്റ്റ് റാങ്കോടുകൂടിയാണ് അന്ന് പാസ്സായത്. അപ്പോൾ അതിലൊരു തമാശ വെച്ചാൽ ഞാൻ ഫസ്റ്റ് ഇയറിൻ്റെ റിസൾട്ട് വന്നപ്പോൾ തന്നെ യൂണിവേഴ്സിറ്റിയിലെ ടോപ്പ് മാർക്കാണ്. അപ്പം യൂണിവേഴ്സിറ്റി അപ്പോൾ ക്യാമ്പസുകളിലൊക്കെ അറിയുമല്ലോ. അപ്പോൾ ഞാനൊരു റാങ്ക് പ്രതീക്ഷ എന്നുള്ള ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ചർച്ചയുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ. അപ്പോൾ ഒരുപാട് കാലമായിട്ട് ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചരിത്രത്തിൽ അതുവരെ അങ്ങനെ റാങ്കൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ റാങ്കൊക്കെ കിട്ടാൻ ചാൻസ് ഉള്ള ഒരാളാണ്, എന്നിട്ടും ഈ രാഷ്ട്രീയത്തിൽ നടന്ന് ഭാവി നശിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ വലിയ ചർച്ചയായിരുന്നു ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ. അപ്പോൾ എൻ്റെ ജ്യേഷ്ഠനായോടെ ഒരു 4-5 വർഷം മുമ്പ് ഇതേ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് BSc കെമിസ്ട്രി കഴിഞ്ഞതാണ്. അപ്പോൾ അധ്യാപകരെയൊക്കെ ആയിട്ട് അറിയാം. എൻ്റെ ഒരു കസിൻ, വേറൊരു കസിൻ അവിടുത്തെ അധ്യാപകനുമാണ്, എന്നെ പഠിപ്പിക്കുന്ന അധ്യാപകനാണ്, സുമാരൻ സാർ എന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വീട്ടിൽ അറിയുന്നുണ്ട്. അപ്പോൾ ഇവനെ എങ്ങനെയെന്ന് ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ്, അപ്പോൾ അതിന് ശേഷം ഈ പറഞ്ഞ പോലെ ഇലക്ഷൻ വന്ന സമയത്തും ചെയർമാനായിട്ട് മത്സരിക്കണം എന്നുള്ളതായിരുന്നു പൊതുവെ പാർട്ടിയുടെ ആദ്യം തീരുമാനം, സംഘടനയുടെ അവിടെ. അപ്പോൾ അത് ടീച്ചർമാരൊക്കെ കൂടി ഇടപെട്ടിട്ടാണ് മുടക്കിയത്. ചെയർമാനായാൽ പിന്നെ വലിയ തിരക്ക് വരും, ഒരു വർഷം മുഴുവൻ അതിൻ്റെ പിന്നാലെ നടക്കേണ്ടി വരും. യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായാൽ പിന്നെ കുഴപ്പമില്ല, കാരണം അതിൻ്റെ ആക്ടിവിറ്റീസൊക്കെ തുടങ്ങുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ കോഴ്സൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ്. യൂണിവേഴ്സിറ്റി പോയി വോട്ട് ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ലേ ഉള്ളൂ. അപ്പോൾ ക്യാമ്പസിൽ യഥാർത്ഥത്തിൽ കുറച്ചും കൂടി ഫ്രീ ആവും. അതുകൊണ്ട് ചെയർമാൻ ആക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് എല്ലാവരും കൂടി അങ്ങനെ നിർബന്ധിച്ചപ്പോഴാണ് എന്നാൽ ബൽറാമ UEC ആയിട്ട് മത്സരിക്കട്ടെ എന്നന്ന് തീരുമാനമെടുത്തത്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു കാലം ഉണ്ടായിരുന്നു. മത്സരിക്കണമല്ലേ? അതെന്നാലും അത് പക്ഷേ പാനലിൻ്റെ മൊത്തം തീരുമാനമായിരുന്നു. എനിക്കും താല്പര്യം തന്നെയായിരുന്നു. ഞാൻ എന്നൊഴിഞ്ഞ് നിൽക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല. ശരിക്കും ഒരു രാഷ്ട്രീയ പ്രവർത്തകനൊക്കെ ആയി മാറിയപ്പോൾ ലൈഫിൽ വന്ന ഒരു മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഈ ആളുകളെ നേരിട്ടിറങ്ങി ജനങ്ങളെ കാണുകയാണല്ലോ, അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നു. അപ്പോൾ ശരിക്കും വന്നൊരു അവനവൻ്റെ ലൈഫിലുണ്ടായ ഒരു ചേഞ്ച് അതെന്തായാലും ഇന്ന് കാണുന്ന ഞാൻ പൂർണ്ണമായിട്ട് ആ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ സൃഷ്ടിയാണ്, KSUവിൻ്റെ സൃഷ്ടിയാണ് എന്ന് അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കും. കാരണം ഞാൻ വളരെ ഷൈ ആയിട്ടുള്ള ഒരാളാണ്, ഇപ്പോഴും ആണ്. യഥാർത്ഥത്തിൽ വളരെ ഇൻട്രോവേർട്ടാണ്, വളരെ ഷൈ ആണ്. പലപ്പോഴും ആ നിലയ്ക്ക് എൻ്റെ ഒരു പരിണാമം ആലോചിച്ച് നോക്കുമ്പോൾ, ഇപ്പോൾ സംസാരിക്കാനൊക്കെ കഴിയുന്നൊരു അവസ്ഥ ആലോചിച്ച് നോക്കുമ്പോൾ എനിക്ക് തന്നെ ചെറിയൊരു അത്ഭുതമൊക്കെ തോന്നിയിട്ടുണ്ട്. കാരണം ഞാനൊരു +2 പഠിക്കുന്ന സമയം വരെ ഈ പറഞ്ഞ അവസ്ഥയിലാണ്. ഇപ്പോൾ +2-ലൊക്കെ ഈ റെസിഡൻഷ്യൽ സ്കൂളാണ് പറഞ്ഞല്ലോ, ജവഹർ നവോദയ വിദ്യാലയയിലാണ് പഠിച്ചത്. അപ്പം നല്ല മിടുക്കന്മാരും മിടുക്കുകളുമായിട്ടുള്ള ആളുകളാണ് മറ്റ് ക്ലാസ്മേറ്റ്സൊക്കെ. അപ്പോൾ ഒരിക്കൽ ഞാൻ ഓർക്കുന്നത്, ഒരു സ്പീച്ചിൻ്റെ ഇത് വന്നു ക്ലാസ് റൂമിനകത്ത്, സ്കൂളിനകത്തുള്ളൊരു കോമ്പറ്റീഷൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ എനിക്കാണ് ആ സ്പീച്ചിനുള്ള അവസരം കിട്ടിയത്. അപ്പോൾ എനിക്ക് നല്ല പറയാനുള്ള കണ്ടൻറ്റൊക്കെ എൻ്റെ മനസ്സിൽ ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയമൊക്കെ ഉള്ളതുകൊണ്ട് കറക്റ്റായിട്ട് എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയാം, പക്ഷേ എനിക്ക് പറയാൻ കഴിയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനത് മുഴുവൻ എഴുതി ഉണ്ടാക്കി ശരിക്കും പറഞ്ഞു പ്രിപ്പയർ ചെയ്തു. പക്ഷേ പ്രിപ്പയർ ചെയ്തിട്ട് എനിക്കത് അവതരിപ്പിക്കാൻ പറ്റുമെന്ന് യാതൊരു കോൺഫിഡൻസും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ലാസ്റ്റ് നിമിഷം എൻ്റെ ഒരു വേറെ ഫ്രണ്ടിന് അത് കൊടുത്തു. നീ പോയി പ്രസൻറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. പുള്ളി നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്ത് നല്ല കയ്യടിക്ക് വാങ്ങി. ഞാൻ അത് കണ്ട് ആസ്വദിച്ചിരുന്നു. എനിക്ക് പറയാൻ പറ്റുന്ന ആ ഘട്ടത്തിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അങ്ങനെയുള്ള ഞാൻ പിന്നീട് ഈ ഡിഗ്രിക്ക് വന്നതിന് ശേഷമാണ് ഈ ക്യാമ്പയിൻ്റെ ഒക്കെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് അതിൽ KSUവിൽ അങ്ങനെ ഒരു ആളുകളെ ബോധപൂർവ്വം അല്ലെങ്കിൽ പോലും ഇങ്ങനെ വളർത്തിയെടുക്കുന്നൊരു സിസ്റ്റം ഉണ്ടായിരുന്നു. അതായത് എത്രത്തോളം നീട്ടി പറയണമെന്ന് അറിയില്ല, പ്രീ ഡിഗ്രി കാലഘട്ടം ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ ഡിഗ്രിക്കാണ് ചേരുന്നത്. അപ്പോൾ പ്രീ ഡിഗ്രി ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പ്രീ ഡിഗ്രി ക്ലാസ്സിൽ എല്ലാ ദിവസവും രാവിലെ പോയിട്ട് നമ്മൾ ക്യാമ്പയിൻ ചെയ്യും. അന്നത്തെ ദിവസം 3-4 പത്രമൊക്കെ വായിച്ച് വന്ന് അതിൻ്റെ എഡിറ്റോറിയലൊക്കെ സ്ഥിരമായിട്ട് വായിച്ച് അന്നത്തെ വിഷയങ്ങളൊക്കെ അരച്ച് കലക്കി കുടിച്ച് അതിനെക്കുറിച്ച് നമ്മൾ ക്യാമ്പയിൻ ചെയ്യും. അതായത് 9:30-ക്കാണ് ക്ലാസ് തുടങ്ങുക. അപ്പോൾ 9 മണിക്ക് തന്നെ ക്ലാസ് റൂം തുറക്കും. പിള്ളേരൊക്കെ അതിനകത്ത്, അപ്പോൾ അരമണിക്കൂർ നമ്മുടെ കയ്യിൽ കിട്ടുമല്ലോ. ആ അരമണിക്കൂർ നമ്മളിങ്ങനെ പൊളിറ്റിക്കൽ സ്പീച്ചും ക്യാമ്പയിനൊക്കെ ഇങ്ങനെ നടത്തും. ഉണ്ട് അല്ലേ? ഇപ്പം അത്ര ഇല്ല സത്യത്തിൽ. അന്ന് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് അത് ഉണ്ടായിരുന്നു. ഉണ്ട്. അപ്പോൾ ആ ഒരു അരമണിക്കൂറിലാണ് നമ്മളിങ്ങനെ പ്രസംഗിക്കാനൊക്കെ ശീലിച്ചു തുടങ്ങിയത്. അപ്പോൾ ആദ്യമൊക്കെ ആണെങ്കിൽ നമുക്ക് ശേഷം വരുന്ന ആളായിരിക്കും ശരിക്കുള്ള പ്രസംഗം. അപ്പോൾ അയാളെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യായിരിക്കും നമ്മൾ ചെയ്യുക. അപ്പോൾ ആ ഇൻട്രൊഡക്ഷൻ വരികളാണ് നമ്മുടെ ആദ്യത്തെ സ്പീച്ച്. അതിങ്ങനെ കൂട്ടി വന്നിട്ടാണ് പിന്നീടൊരു 5 മിനിറ്റൊക്കെ സംസാരിക്കാൻ പറ്റുന്നൊരു കോൺഫിഡൻസിലേക്ക് വന്നത്. പിന്നെ സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങളല്ലേ അത് പറയാൻ എക്സ്പ്രസ് ചെയ്യാനുള്ള കോൺഫിഡൻസ് വന്നു. ആദ്യമൊക്കെ ഭയങ്കര ഇത് തന്നെയായിരുന്നു, സ്റ്റേജ് ഫിയർ എന്ന് പറഞ്ഞാൽ
ശരിക്കും അങ്ങനെ കലാലയ ജീവിതത്തിൽ നിന്ന് പിന്നെ കെ എസ് യുയിലേക്ക് എത്തി, തൃത്താലയെ പ്രതിനിധീകരിച്ച് നിയമസഭയിലെത്തി, MLA ആയി മാറി. അപ്പോൾ ശരിക്കും ആ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? ആദ്യമായിട്ട് നിയമസഭയിലേക്ക് ഒരു MLA ആയിട്ട് ചെല്ലുമ്പോൾ ആ ഒരു ഓർമ്മകൾ ഭയങ്കരമായിരിക്കുമല്ലോ. നമ്മുടെ മനസ്സിൽ നിന്ന് പോവാത്തൊരു ഓർമ്മകളാണെന്നുള്ളത് 100% ഉറപ്പാണ്. ശരിക്കും അപ്പോൾ VT ബലറാമിനെ സംബന്ധിച്ച് അത് എങ്ങനെയായിരുന്നു ആ ഒരു ഓർമ്മകൾ? ഒന്ന് പങ്കുവയ്ക്കാവോ? നമ്മൾ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്ന മുഴുവൻ ആളുകൾക്കും MLA ആവണം, MP ആവണം എന്നൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ടാവും. ഞാനത് നിഷേധിക്കുന്നില്ല. അല്ല എന്ന് പറഞ്ഞ് സത്യസന്ധമല്ലായ്മയാവും. എനിക്കതൊന്നും ആഗ്രഹമേ ഉണ്ടായിരുന്നില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ യഥാർത്ഥത്തിൽ. ആഗ്രഹം ഉണ്ടായിരിക്കുമ്പോൾ തന്നെ അത് നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നുള്ള യാഥാർത്ഥ്യബോധവും ഉണ്ടായിരുന്നു യഥാർത്ഥത്തിൽ. നമുക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ നടക്കാൻ വളരെ സാധ്യത കുറവ്, വളരെ കുറച്ച് ഓപ്പർച്യൂണിറ്റീസ് അല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ കിട്ടാനുള്ള സാധ്യതയേക്കാൾ കിട്ടാതിരിക്കാനുള്ള സാധ്യതയാണ്. അപ്പോൾ രാഷ്ട്രീയത്തിൽ വരുന്ന ഏതൊരാളിലും ഈ ഒരു 2 കാര്യം മനസ്സിൽ വെച്ചുകൊണ്ടാണ് വരിക, അല്ലെങ്കിൽ അങ്ങനെയാണ് വരേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആഗ്രഹം ഉണ്ടാവണം, മുന്നോട്ട് പോകാൻ ആഗ്രഹം ഉണ്ടാവണം. പക്ഷേ അത് കിട്ടിയില്ലെങ്കിലും ഈ പ്ലാൻ ബി എന്താണെന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലുണ്ടാവണം. നമ്മളിങ്ങനെ ഒരു കരിയറിസ്റ്റിക്കായിട്ട് നമ്മൾ ഇന്ന പ്രായത്തിൽ നമ്മൾ ഇന്ന പോസ്റ്റിലെത്തണം, ഈ പോസ്റ്റ് എനിക്ക് വേണം എന്ന് വിചാരിച്ച് നമ്മൾ കരുക്കൾ നീക്കിയിട്ടൊന്നും അങ്ങനെ അധികമൊന്നും മുന്നോട്ട് പോകാൻ പറ്റില്ല. ഞാൻ അങ്ങനത്തെ ഒരാളല്ല. പക്ഷേ ചില സാധനങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഗ്രാബ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഒരു പർട്ടിക്കുലർ അവസരമാണ് എന്നെപ്പോലുള്ള ഒരാൾക്ക് കിട്ടിയത്. അപ്പോൾ അതും കോൺഗ്രസ്സിലൊരു അധികം സാധ്യതയില്ലാത്ത കാര്യമാണ്. കാരണം ഞാൻ കോൺഗ്രസിൻ്റെ KSU യൂത്ത് കോൺഗ്രസ് സംഘടനകളുടെ സംസ്ഥാന പ്രസിഡൻറ്റ് പദവിയിൽ ഇരുന്നിട്ടുള്ള ആളല്ല. സാധാരണ കോൺഗ്രസ്സിൽ നിന്നൊരു പുതുമുഖത്തിന് അവസരം കിട്ടുക എങ്ങനെയൊക്കെയാണ്. KSUവിൻ്റെ സംസ്ഥാന പ്രസിഡൻറ്റിന് തൊട്ടടുത്ത് വരുന്ന തെരഞ്ഞെടുപ്പിലൊരു സീറ്റ് ഉണ്ട്. എല്ലാ കാലത്തും അങ്ങനെയാണ്. ചിലപ്പം കുറച്ച് ഫൈറ്റിംഗ് സീറ്റായിരിക്കും, ചിലപ്പോൾ വളരെ ബുദ്ധിമുട്ടുള്ള സീറ്റായിരിക്കും. പക്ഷേ എന്നാൽ പോലും ഒരു സീറ്റ് എവിടെയെങ്കിലും KSU പ്രസിഡൻറ്റ് കൊടുക്കും, യൂത്ത് കോൺഗ്രസ് പ്രസിഡൻറ്റും അങ്ങനെ ഒരു സീറ്റ് കൊടുക്കും. അങ്ങനെ അല്ലാത്ത ആളുകൾക്ക് സീറ്റ് കിട്ടുക എന്ന് പറയുന്നത് അധികം അൺലൈക്ലി ആ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും. അപ്പോൾ അങ്ങനെ വന്ന ഒരു സമയത്താണ് രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രത്യേക ഇടപെടലിൻ്റെ ഭാഗമായിട്ട് യൂത്ത് കോൺഗ്രസിൽ സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തി. അപ്പോൾ ഞാൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ട് ഇലക്ഷനിലൂടെ കടന്നു വന്നു. അപ്പോൾ അത് രാഹുൽ ഗാന്ധിയുടെ ഒരു രീതിയായിരുന്നു. ഈ സംഘടനാ തെരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനങ്ങളിലൊക്കെ തൊട്ടടുത്ത് വരുന്ന ഇലക്ഷനുകളിൽ ഈ സംഘടനാ തെരഞ്ഞെടുപ്പിലൂടെ കടന്നു വന്ന കുറേ ആളുകൾക്ക് അവസരം കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനൊരു സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടാണ്. പിന്നീട് യഥാർത്ഥത്തിൽ ഈ ചില മാധ്യമങ്ങളൊക്കെ അതിനെ മറ്റു രീതിയിൽ വ്യാഖ്യാനിക്കുന്നത് ടാലൻറ്റ് ഹണ്ടിലൂടെ എന്നൊക്കെയാണ്. അങ്ങനെ ഒരു ടാലൻറ്റ് ഹണ്ടൊന്നുമല്ല, സംഘടനാ തെരഞ്ഞെടുപ്പാണ്. അല്ലാതെ നേരിട്ടൊരു ഇൻ്റർവ്യൂ നടത്തിയിട്ടൊന്നുമല്ല. സംഘടനാ തെരഞ്ഞെടുപ്പിലൂടെ കടന്നു വരുന്ന ആളുകൾക്ക് അപ്പോൾ സംഘടനയിൽ അവരുടെ ഒരു സ്വാധീനവും ആക്സെപ്റ്റൻസും തെളിയിച്ച ആളുകളാണല്ലോ. അതിൽ പറ്റുന്ന ആളുകൾക്ക് തൊട്ടടുത്ത് വരുന്ന ഇലക്ഷനിൽ നിയമസഭയിലും ലോക്സഭയിലും ഒക്കെ അവസരം കൊടുക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ തൃത്താല എന്ന് പറയുന്ന സീറ്റിൽ മത്സരിക്കാൻ അവസരം ലഭിച്ചു. ഞാനല്ല, എനിക്ക് തോന്നുന്നു അന്നൊരു 10-12 ആളുകൾക്ക് അങ്ങനെ അവസരം കിട്ടിയിട്ടുണ്ട്. നല്ലൊരു ബാച്ച് പുതുമുഖങ്ങൾ കോൺഗ്രസ്സിലേക്ക് കടന്നു വന്നത് ആ കാലഘട്ടത്തിലാണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ KSU പ്രസിഡൻറ്റ്, യൂത്ത് കോൺഗ്രസ് പ്രസിഡൻറ്റ്, അങ്ങനെ 1-2 ആളുകൾക്ക് മാത്രമാണ് അവസരം കിട്ടാറുള്ളത്. ഇതൊരു ബാച്ച് ഓഫ് യങ്സ്റ്റേഴ്സിന് രാഹുൽ ഗാന്ധി അങ്ങനെ ഒരു അവസരം നൽകി. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടി, ജയിക്കാൻ സാധിച്ചു. നിയമസഭയിൽ വന്നു. 10 വർഷത്തോളം എൻ്റെ മനസ്സാക്ഷിയെ മുൻനിർത്തി പറയുകയാണെങ്കിൽ തൃപ്തികരമായിട്ടുള്ള 10 വർഷമായിരുന്നു. മൂന്നാമത്തെ ഇലക്ഷനിൽ ഞാൻ പരാജയപ്പെട്ടു. പക്ഷേ 10 വർഷം ഞാൻ അത്യാവശ്യം എൻ്റെ നാടിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് പണിയെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു സെൽഫ് അപ്രൈസൽ. ശരിക്കും ആ കാലഘട്ടത്തിൽ ഇപ്പോൾ പറഞ്ഞ പോലെ 10 വർഷം ആ ഒരു തൃത്താലയെ പ്രതിനിധീകരിച്ച് MLA ആയിട്ടിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് തൃത്താലയ്ക്ക് വേണ്ടി ചെയ്തിരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കുന്നത്, ഞാൻ MLA ആയതിനു ശേഷമാണ് തൃത്താല നിയോജക മണ്ഡലത്തിൽ ആദ്യത്തെ BMNBC ചെയ്ത റോഡ് വരുന്നത്. അതിനു മുമ്പ് സാധാ ടാറിംഗ് ഉള്ള റോഡുണ്ടല്ലോ, ഇപ്പോൾ റബ്ബറൈസ് ടാറിംഗ് എന്ന് പറയുമല്ലോ, ഞാൻ മനസ്സിലാക്കാനുള്ള എളുപ്പത്തിൽ പറയുകയാണ്, BMNBC എന്നാണ് അതിന് പറയുക. അപ്പം ആ റോഡാണ്, അതാണ് കുറച്ച് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള റോഡുകൾ. ഇപ്പം ഹൈവേസൊക്കെ ചെയ്യുന്ന റോഡുകൾ അങ്ങനെയാണ്. അപ്പോൾ ആ റോഡ് എൻ്റെ നിയോജകമണ്ഡലത്തിൽ ആദ്യമായിട്ട് വരുന്നത് ഞാൻ MLA ആയതിനു ശേഷമാണ്. അതിലും എനിക്ക് അഭിമാനം തോന്നുന്നൊരു കാര്യം, അത് ഞാൻ MLA ആയിട്ടൊരു 4 മാസത്തിന് ഉള്ളിൽ അതിൻ്റെ ഭരണാനുമതി നേടിയെടുത്തു, 20 കോടി രൂപയുടെ. പിന്നെ ഒരു 2 മാസത്തിനകത്ത് അതിൻ്റെ സാങ്കേതിക അനുമതി കിട്ടി. ഒരു മാസം കൂടി കഴിഞ്ഞപ്പോൾ അതിൻ്റെ ടെൻഡർ നടത്തി, അതിൻ്റെ അഗ്രിമെൻ്റായി. അതിൻ്റെ ഒരു 6 മാസത്തിനുള്ളിൽ അതിൻ്റെ നിർമ്മാണം ആരംഭിച്ച് തൊട്ടടുത്ത മൺസൂണിന് മുമ്പ്, മഴക്കാലത്തിന് മുമ്പ് അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചു. അപ്പോൾ ആ നിലയിലൊരു ഇംപ്ലിമെൻറ്റേഷനിലും ഒരു ജനപ്രതിനിധിക്ക് ഇടപെടാനും കാര്യങ്ങൾ എക്സ്പെഡൈറ്റ് ചെയ്യാനും തടസ്സങ്ങളുണ്ടെങ്കിൽ അതിൽ നീക്കാനും ഒക്കെയുള്ള ഒരു ഉത്തരവാദിത്തമുണ്ട്.
ഇന്ന് യഥാർത്ഥത്തിൽ ഞാൻ തൃത്താലക്കാരോട് പറയുന്നൊരു കാര്യം അത് ഇപ്പോഴത്തെ 5 വർഷമായിട്ടൊന്ന് കമ്പയർ ചെയ്യണം എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ നിരവധി പ്രഖ്യാപനങ്ങളുണ്ട്. ആ റോഡിന് ഇത്ര കോടി, ഈ റോഡിന് ഇത്ര കോടി അനുവദിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് 2021 പ്രഖ്യാപനം, 2022 പ്രഖ്യാപനം, 2023 പ്രഖ്യാപനങ്ങളൊക്കെ പലതും ഉണ്ട്. പക്ഷേ പണി ഫിനിഷ് ചെയ്തിട്ടില്ല, പണി തുടങ്ങിയിട്ടില്ല പലതും. അപ്പോൾ അങ്ങനെ ഒരു ഡിലേ, ഇത്രയും ഡിലേ ഒരു കാരണവശാലും വരാൻ പാടില്ലാത്തതാണ്. അതിപ്പം വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കമ്പാരിസൺ ഞാൻ യഥാർത്ഥത്തിൽ ജനങ്ങളെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ പറഞ്ഞല്ലോ, എൻ്റെ നിയോജകമണ്ഡലത്തിൽ ഒരു കോളേജ് പോലും ഉണ്ടായിരുന്നില്ല. ഒരു +2 ശേഷം പഠിക്കാനുള്ള ഒരു ഗവൺമെൻറ് സംവിധാനവും ഇല്ല. കുറച്ച് അൺഎയ്ഡഡ് കോളേജുകളുണ്ട്, ഫീസ് കൂടുതൽ കൊടുക്കേണ്ടത്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ഒരു പ്രചരണ വാഗ്ദാനം അതായിരുന്നു, ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ തൃത്താലയിൽ ഒരു കോളേജ് കൊണ്ടുവരും എന്നുള്ളായിരുന്നു. അപ്പോൾ അതിനുശേഷം അതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് അവിടെ ഒരു NSSൻ്റെ ഒരു കോളേജിന് വേണ്ടി ജനങ്ങൾ സ്ഥലമൊക്കെ സംഭാവന ചെയ്ത്, NSSന് സംഭാവന ചെയ്ത് സാക്ഷാൽ മന്നത്ത് പത്മനാഭൻ വന്ന് തറക്കല്ലിട്ട ഒരു കോളേജ് ഉണ്ടായിരുന്നു 30 വർഷമായിട്ട്. പക്ഷേ അത് യാഥാർത്ഥ്യമായിരുന്നില്ല. അപ്പോൾ ആ കോളേജ് എങ്ങനെയെങ്കിലും കൊണ്ടുവരണം എന്നുള്ളായിരുന്നു അന്നത്തെ ആവശ്യം. അപ്പോൾ ഞാനത് അതിനു വേണ്ടി ആദ്യം ശ്രമിച്ചു നോക്കി. പക്ഷേ ആ ഘട്ടത്തിൽ NSS നേതൃത്വം അത്ര താല്പര്യം എടുത്തില്ല. അപ്പോൾ പിന്നെ ഞാൻ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി സാറിനോട് പറഞ്ഞു, എനിക്ക് എങ്ങനെയെങ്കിലും ഒരു കോളേജ് വേണം എന്ന് പറഞ്ഞു. അപ്പം സാറ് പറഞ്ഞു, അപ്പം കോളേജ് പക്ഷേ നമ്മളങ്ങനെ അധികം അനുവദിക്കാറില്ലോ. അതിന് മുമ്പ് ഒരു 10-25 വർഷത്തിനകത്ത് കേരളത്തിൽ വളരെ ഫ്യൂ കോളേജസ് മാത്രമേ വന്നിട്ടുള്ളൂ ഗവൺമെൻറ് മേഖലയിൽ. പക്ഷേ എന്തായാലും എനിക്ക് വേണം നിർബന്ധം പറഞ്ഞപ്പോൾ, എന്നാൽ ശരി നോക്കാം, താനൊരു കാര്യം ചെയ്യേ, കോളേജ് ഇല്ലാത്ത നിയോജക മണ്ഡലങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതിൻ്റെ ഒരു ലിസ്റ്റ് എടുത്ത് പറഞ്ഞു. അപ്പം ഞാൻ ബാക്കി എല്ലാ സ്ഥലങ്ങളിലും പോയി, ബാക്കി എല്ലാ MLAമാരെയും കണ്ട്, കോളേജ് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥന്മാരെ കണ്ട്, ഏതെല്ലാം നിയോജക മണ്ഡലങ്ങളിലാണ് കോളേജുകളില്ലാത്തത് എന്നുള്ളതിൻ്റെ ലിസ്റ്റ് എടുത്തു. കാരണം അന്ന് ഈ നിയോജക മണ്ഡലങ്ങളുടെ ഭൂമിശാസ്ത്രം കുറേ മാറിയിരുന്നു. അപ്പോൾ പുതിയ രീതിയിലുള്ള നിയോജക മണ്ഡലങ്ങളിൽ കോളേജുകളില്ലാത്ത ഒരു 22ഓളം സ്ഥലങ്ങൾ ഞങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തു. അപ്പോൾ പറഞ്ഞു, അപ്പോൾ പുള്ളി വണ്ടറടിച്ചു. കാരണം ഇത്രയധികം കോളേജുകളൊന്നും നമുക്ക് പറ്റില്ലല്ലോ. പക്ഷേ പുള്ളിയുടെ ആ ഒരു ദീർഘവീക്ഷണവും പുള്ളിയുടെ കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിലുള്ള ആ ഒരു സമർപ്പണമൊക്കെ ഞാൻ ആലോചിക്കുകയാണ്. ആ മുഴുവൻ നിയോജക മണ്ഡലങ്ങളിലും പുതിയ സർക്കാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ആ ഗവൺമെൻറ് പ്രഖ്യാപിച്ചു. എന്നിട്ട് പുള്ളി തന്നെ തൃത്താലയിൽ വന്നിട്ട് ഞങ്ങളുടെ കോളേജിൻ്റെ ഉദ്ഘാടന ചടങ്ങിലും പിന്നീട് പല അവസരങ്ങളും പറഞ്ഞിട്ടുണ്ട്, തൃത്താലയ്ക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കിയൊരു പോളിസിയാണ് ഇന്ന് കേരളത്തിൽ ഇത്രയധികം ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾ ഒരുമിച്ച് വരാനുള്ള സാഹചര്യം ഉണ്ടാക്കിയെന്നുള്ളത്. അപ്പം അതിലും 2012 കാലത്താണ്, 2011 ഞങ്ങൾ ഗവൺമെൻറ് വന്നു, 2012 കാലത്താണ് ഈ വക കാര്യങ്ങളൊക്കെ ചർച്ചയൊക്കെ നടക്കുന്നത്. 2013 തന്നെ ഞാൻ ആ കോളേജ് ആരംഭിച്ചു. അതിൻ്റെ UGC അംഗീകാരം വാങ്ങണം, അതിൻ്റെ യൂണിവേഴ്സിറ്റിയുടെ അംഗീകാരം വാങ്ങണം. 2013 തന്നെ 5 ഏക്കർ സ്ഥലം കണ്ടെത്തി, അതിനു വേണ്ടി ഫണ്ട് MLA ഫണ്ടിൽ നിന്ന് 5 കോടി രൂപ അനുവദിച്ചു. അതിനുശേഷം ക്ലാസ് തുടങ്ങി. 2014 സെക്കൻഡ് ബാച്ച് തുടങ്ങി, 2015 തേർഡ് ബാച്ച് തുടങ്ങി. ഞാൻ നെക്സ്റ്റ് ഇലക്ഷനിൽ 2016 പോകുന്നതിന് മുമ്പ് ഈ കോളേജിൽ നിന്ന് ആദ്യത്തെ ബാച്ച് വിദ്യാർത്ഥികൾ അവരുടെ 3 വർഷത്തെ കോഴ്സ് കഴിഞ്ഞ് പഠനം പൂർത്തീകരിച്ച് പുറത്തിറങ്ങി. ഞാൻ അവരുമായിട്ടൊരു ഗെറ്റ് ടുഗദറൊക്കെ നടത്തിയിട്ടാണ് ഞാൻ ഇലക്ഷനിലേക്ക് പോകുന്നത്. അപ്പോൾ ആ ഒരു 5 വർഷത്തിനകത്ത് ഇത് നടക്കുമെന്നുള്ളതാണ്. ഇന്ന് പല പ്രഖ്യാപനങ്ങളും 5 വർഷം 10 വർഷമായിട്ടും പ്രഖ്യാപന രൂപത്തിൽ നിൽക്കുകയാണെന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ അതൊരു കമ്പാരിസനായിട്ട് ഞാൻ പറയാറുണ്ട് എപ്പോഴും. ഈ തൃത്താലയിലേക്കൊക്കെ ചെല്ലുമ്പോൾ ഇപ്പം എന്താണ് ആളുകളുടെ ഒരു പ്രതികരണം, ഏത് രീതിയിലാണ്? ഞാൻ തൃത്താലയിലേക്ക് ചെല്ലുകയല്ല, ഞാൻ തൃത്താലയിൽ നിന്ന് പോന്നിട്ടില്ലല്ലോ. എൻ്റെ നാട് തൃത്താലയാണ്. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ തൃത്താലയിൽ അവിടെ നിന്ന് ജനങ്ങളെ കാണുമ്പോൾ അവരെന്താണ് ഒരു അഭിപ്രായം പറയുന്നത് എന്നുള്ളതാണ്. മിക്സഡ് ആണ്. കുറേയേറെ ആളുകൾക്ക് എന്താ പറയുക, തിരിച്ചു വരണം എന്നുള്ള അഭിപ്രായമൊക്കെ അവർ പറയുന്നുണ്ട് പലരും. പക്ഷേ അതൊക്കെ പാർട്ടിയും ഇലക്ഷൻ്റെ കാര്യങ്ങളാണല്ലോ, നമുക്കിപ്പം അതിനെക്കുറിച്ച് പറയാറായിട്ടില്ല. പക്ഷേ ഞാൻ അവരുടെ കൂടെ ഉണ്ട് എല്ലാ സമയത്തും. അപ്പോൾ അത് അവർക്ക് പലർക്കും അത് ഫീൽ ചെയ്യുന്നുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ ഇനി ഒരു ഇലക്ഷനിൽ അങ്ങനെ വല്ല സാഹചര്യവും ഉരുത്തിരിഞ്ഞ് വരികയാണെങ്കിൽ അപ്പോൾ ജനങ്ങൾ തീരുമാനിക്കുന്നതാണല്ലോ. ഏതായാലും ഞാൻ തൃത്താലയിലേക്ക് ചെല്ലുകയോ ഒന്നും ചെയ്യില്ല, ഞാൻ തൃത്താലയിൽ തന്നെയാണ് ഓൾറെഡി. ഇത് രാഷ്ട്രീയക്കാരനെ സംബന്ധിച്ച് രാഷ്ട്രീയ ജീവിതം മാത്രമായിരിക്കില്ല, ആൾക്കൊരു പേഴ്സണൽ ലൈഫ് ഉണ്ടാവും. പിന്നെ ഈ പറയുന്ന പോലെ ഒരു പീക്ക് ടൈമിൽ, അല്ലെങ്കിൽ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ ഒരു പീക്ക് ടൈമിലാണ് കല്യാണം കഴിഞ്ഞത്. കുറച്ച് സ്ട്രഗ്ലിംഗ് പീരീഡ് ഒക്കെ ഉണ്ടായിരുന്നു നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ആ സമയത്തൊക്കെ വൈഫ് ഒക്കെ ഉണ്ട് കൂടെ. അപ്പോൾ എപ്പോഴും ഒരു വീട്ടിലിരിക്കുന്ന ഒരു വ്യക്തിയായിട്ടായിരിക്കില്ലല്ലോ എന്തായാലും ഉണ്ടാവുക. അപ്പോൾ ഒരു പരാതി പറയുന്ന ഒരു വൈഫൊക്കെ ആയിരുന്നു ആ സമയത്തൊക്കെ. ഇപ്പം എനിക്കൊന്ന് അഡ്ജസ്റ്റ് ആയി കാണും അല്ലേ? കറക്റ്റാണ്. ഇപ്പോൾ പരാതി തീരെ പറയുന്നില്ല, പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. പരാതി എന്നല്ല, വർത്തമാനം പറയാൻ തന്നെ പലപ്പോഴും കിട്ടുന്നില്ല എന്നുള്ള ആ പരാതിയാണ്. അപ്പോൾ അതുകൊണ്ട്
അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവും, സഫർ ചെയ്യുന്നുണ്ട് എന്ന് എനിക്കറിയാം. ഉദ്ദേശിക്കുന്നൊരു അറ്റൻഷനോ അല്ലെങ്കിൽ ആ ഒരു ടൈമോ നമുക്ക് കൊടുക്കാൻ പലപ്പോഴും കഴിയുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഈ പറഞ്ഞ പോലെ ഞാൻ ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ മാത്രമായിരിക്കുന്ന സമയത്താണ് ഞങ്ങളുടെ മാരേജ് നടക്കുന്നത്. അപ്പോൾ അന്നൊക്കെ നമ്മളിൽ വിശ്വസിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയൊരു ഒരു എന്താ പറയുക കറേജാണ്, അല്ലെങ്കിൽ ആ നിലയിലുള്ള വലിയൊരു സാഹസികതയാണ്. അതിനുശേഷം മോനൊക്കെ ഉണ്ടായതിന് ശേഷമാണ് ഞാൻ ഇലക്ഷനിൽ മത്സരിക്കുകയും MLA ആവുകയൊക്കെ ചെയ്തത്. പിന്നെയാണ് അവൾക്ക് ജോലിയൊക്കെ കിട്ടിയത്, ഗവൺമെൻറ് ജോലിയാണ്. അപ്പോൾ ഞാൻ അതിൽ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു, വേറെ തരത്തിലുള്ള പിൻവാതിൽ ജോലിയൊന്നും പ്രതീക്ഷിക്കേണ്ട, അത് വല്ലതും വേണമെന്നുണ്ടെങ്കിൽ പഠിച്ച് പരീക്ഷ എഴുതി തന്നെ ആയിക്കോ എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത് ചെയ്തു. PSC വഴി തന്നെ ഇപ്പോൾ ഒരു ഗവൺമെൻറ് ഹൈസ്കൂളിൽ ടീച്ചറാണ്. അപ്പോൾ അതിൻ്റെ ചെറിയ വരുമാനമൊക്കെ ഉള്ളതുകൊണ്ട് കുറേ കാര്യങ്ങൾ അങ്ങനെയൊക്കെ പോകുന്നുള്ള സമാധാനമുണ്ട്. അല്ല ഇപ്പൊ എന്തായാലും എവിടെയെങ്കിലും പോവാൻ നേരം ഒന്ന് വിളിക്കുമ്പോൾ നമുക്കിന്ന് ഒന്നിച്ചു പോവാട്ടോ, അല്ലെങ്കിൽ മോനുണ്ട് കൂടെ, അപ്പൊ അങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു അത് പലപ്പോഴും നടക്കാറില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് അറിയാം, ഒന്നിച്ചു പോക്കില്ല എന്നുള്ളത്. ഒന്നിച്ച് പോക്കുണ്ട്. ഞാൻ സിനിമയ്ക്ക് പോകാറുണ്ട്, ഇടയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോകാറുണ്ട്, ഇടയ്ക്ക് ചില യാത്രകളൊക്കെ ഒരുമിച്ച് നടത്താറുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ അവളുടെ സമയങ്ങൾ, എന്നാ പറയുക, സ്കൂളിൻ്റെ ഷെഡ്യൂള്, ശരിക്കും പറഞ്ഞാൽ സ്കൂൾ ടീച്ചേഴ്സിനൊക്കെ ഇത്ര വലിയ ജോലി ഭാരമുണ്ടെന്ന് ഇപ്പോഴാണ് അറിയുന്നത്. അവർക്ക് മുമ്പ് എനിക്ക് തോന്നിയ ഏറ്റവും കംഫർട്ടബിളായിട്ടുള്ള ഒരു ജോലിയാണ്, ആളുകൾ പറയാറുണ്ട് സ്ത്രീകൾക്കൊക്കെ പറ്റിയ ജോലിയാണ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ പക്ഷേ അങ്ങനെയല്ല, ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ വന്നവരും ഭയങ്കര പണിയാണ് അവർക്കൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ വെക്കേഷൻ എന്ന് പറയുന്നതിൽ പോലും വാല്യുവേഷൻ ഉണ്ടാകും, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഡ്യൂട്ടി ഉണ്ടാവും, വലിയ പണികളാണ്. അപ്പോൾ അതുകൊണ്ട് സമയം ആ നിലയ്ക്ക് അറേഞ്ച് ചെയ്യുക എന്നുള്ള വലിയ ബുദ്ധിമുട്ടാണ്. അതെ അതെ. മകൻ എന്താണ് പറയാറുള്ളത്? കാരണം ഓൾറെഡി രാഷ്ട്രീയ പ്രവർത്തകനാണ്, ആ സമയം തന്നെയാണ് മകൻ ഉണ്ടാവുന്നതും. അപ്പൊ അച്ഛനെ ഒരു ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു കാലഘട്ടം എനിക്ക് തോന്നുന്നു മോനും അത്ര എൻജോയ് ചെയ്തിട്ടുണ്ടാവില്ലായിരിക്കാം. എന്താണ് മകൻ പറയാറുള്ളത്? അച്ഛനെ കാണണം, അച്ഛൻ എപ്പോഴാ വരുന്നത്? മോളും ഉണ്ട്. അപ്പോൾ അവർ രണ്ടുപേരും ബേസിക്കലി സൈലൻ്റ് ആണ്, അതാണ് എനിക്ക് തോന്നുന്നത്. ഒരു കൂടുതലായിട്ടുള്ള സൈലൻസ് ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്. വളരെ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആളുകളാണ് രണ്ടുപേരും. ഞാനും അങ്ങനെ തന്നെ ആയിരുന്നു എന്ന് എനിക്കുള്ള അനുഭവമുണ്ട്, ഓർമ്മയുണ്ട്. പക്ഷേ ഞാൻ പിന്നീടാണ് മാറിയത്, അതുകൊണ്ട് അവർ മാറുമായിരിക്കും കുറച്ചും കൂടി. പക്ഷേ ഇപ്പോൾ അവർ വളരെ കുറച്ചൊരു സൈലൻ്റ് ആണ്. കാര്യങ്ങളിലൊക്കെ ഓക്കെയാണ്, പഠിക്കും. കുറച്ച് കലാപരമായിട്ട് ഇപ്പോൾ ഒരു മ്യൂസിക്കൊക്കെ ചെയ്യുന്നുണ്ട്, ഇൻസ്ട്രുമെൻസൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കലോത്സവത്തിലൊക്കെ പങ്കെടുത്ത് അതിന് പ്രൈസൊക്കെ കിട്ടിയിരുന്നു. അപ്പോൾ ആ നിലയ്ക്കൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. അത്യാവശ്യം വായന കുറവാണ്, അതാണ് ഞാൻ അവരിൽ കണ്ടിട്ടുള്ളൊരു അത് അവർക്ക് അങ്ങനെ ഒരു കൾച്ചർ ഉണ്ടാക്കിയെടുക്കാൻ പരമാവധി ശ്രമിച്ചിട്ട് നടക്കുന്നില്ല. ഫോണ് അങ്ങനത്തെ കാര്യങ്ങൾ, ടാബൊക്കെയാണ് അവർ കൂടുതൽ അഡിക്റ്റഡ് ആയിട്ടുള്ളത്. എല്ലാ കുട്ടികളും കുറേ അങ്ങനെയാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത കുറേ കാര്യങ്ങളൊക്കെ അവർ പറയാറൊക്കെ ഉണ്ട്. പക്ഷേ എന്നാൽ ജനറൽ നോളജ് എന്നോ ജനറൽ അവയർനെസ് എന്നൊക്കെ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയക്കാരൻ്റെ മക്കളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങൾ, അത് കാര്യത്തിൽ അവരെ കാര്യമായിട്ട് കിട്ടുന്നില്ല. നമ്മൾ പരിപാടിക്ക് കൂടെ വരിക അങ്ങനെയൊന്നും അവർ ചെയ്യാറില്ല. അങ്ങനത്തെ ഒരു പ്രശ്നമാണ്. ഞാൻ പലപ്പോഴും കൊണ്ടുപോകാനൊക്കെ ശ്രമിക്കാറുണ്ട്, പക്ഷേ അതിലവരിങ്ങനെ കുറച്ച് റിലക്റ്റൻ്റ് ആയിട്ട് നിൽക്കുകയാണ്. കുറച്ചുകൂടി വലുതാകുമ്പോൾ ശരിയാവുമായിരിക്കും, കൂടെ പോരും. ഇപ്പോൾ ഒരു രാഷ്ട്രീയക്കാരനെ സംബന്ധിച്ച് ആരോപണ പ്രത്യാരോപണങ്ങൾ ഉണ്ടാവാം, പലതരത്തിലുള്ള വിമർശനങ്ങളൊക്കെ ഉയർന്നൊരു കാലഘട്ടമാണ് ഇപ്പോൾ ഈ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നതൊക്കെ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ എങ്ങനെ വന്നാലും എനിക്കൊന്നും എന്തെങ്കിലുമൊക്കെ ചെറിയൊരു കാര്യമൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ടാവുമല്ലോ ഈ രാഷ്ട്രീയ ജീവിതത്തിൽ ഇത്രയും. അപ്പോൾ ആ ഒരു ഫാമിലി സപ്പോർട്ടൊക്കെ ഏത് തരത്തിലായിരുന്നു? പൊളിറ്റിക്സിനകത്തുള്ള വിമർശനങ്ങളും ആക്രമണങ്ങളൊക്കെയാണല്ലോ, അത് സ്വാഭാവികമായിട്ട് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ തന്നെ ഫാമിലിക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയുമെന്നാണ് തോന്നുന്നത്. ഞാൻ പിന്നെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇടപെട്ടുകൊണ്ടുണ്ടാകുന്ന അങ്ങനെ കുറേ വിവാദങ്ങളും, സോഷ്യൽ മീഡിയയിലൊക്കെ തുടക്കത്തിൽ ഈ തെറിവിളി എന്നൊക്കെ പറയുന്നത് അപൂർവമായിരുന്നു. ഞങ്ങളെപ്പോലുള്ള കുറച്ച് ആളുകൾക്ക് മാത്രമാണ് ആ തെറിവിളി തുടക്കം തൊട്ട് തന്നെ കിട്ടി തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ തുടക്കകാലത്ത് ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, എൻ്റെ അമ്മയുള്ള സമയത്ത് അമ്മ വലിയ ടെൻഷനിലായിരുന്നു. ഇതിന് എന്താ പറയുക, ഇതിനൊക്കെ കേൾക്കാൻ നിൽക്കുന്നതെന്നൊക്കെയുള്ളത് സ്വാഭാവികമാണല്ലോ. അപ്പം അമ്മ മരിച്ചിട്ട് ഇപ്പോൾ 11 വർഷമായി. അപ്പോൾ അതുകൊണ്ട് വൈഫിനും മറ്റുള്ള ആളുകൾക്കും ഇപ്പോൾ ഏതാണ്ട് ഓക്കെയാണ്. അപ്പോൾ ഇപ്പം പിന്നെ സോഷ്യൽ മീഡിയ മൊത്തത്തിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അബ്യൂസും വളരെ മോശപ്പെട്ട ലാംഗ്വേജും തെറിവിളിയും അങ്ങോട്ടുള്ള ആക്രമണങ്ങളൊക്കെയാണല്ലോ. ഇപ്പം അതിൻ്റെ രീതി സ്വാഭാവിക രീതിയായി മാറിയിട്ടുണ്ട്. ഈ ഇത്രയും നാളത്തെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ ഇടയിൽ ഒരു വിഷമിപ്പിച്ച ഒരു കാര്യം ഒന്ന് പറയുകയാണെങ്കിൽ അതെന്തായിരിക്കും? വിഷമിപ്പിക്കുക എന്ന് പറയുന്നത് പേഴ്സണലായിട്ടാണോ? പേഴ്സണലി അല്ലെങ്കിൽ ആ ഒരു രാഷ്ട്രീയ കാലഘട്ടത്തിനിടയിൽ സംഭവിച്ച ഒരു
എന്തെങ്കിലും ഒരു അല്ല, അതിലെനിക്ക് ഞാൻ അങ്ങനെ വിഷമിക്കാറില്ല എന്നാണ് എനിക്ക് ബേസിക്കായിട്ട് പറയാനുള്ളത്. ചില ഘട്ടങ്ങളിൽ നൈമിഷികമായിട്ടുള്ള ചില വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, രാഷ്ട്രീയത്തിൽ വരുന്ന ഏതൊരാളും ഒരു ഭാഗത്ത് നമ്മുടേതായിട്ടുള്ള മഹത്വാകാംക്ഷകളൊക്കെ ഉണ്ടാവണം, മുന്നോട്ട് പോകാനുള്ള എർജ് ഉണ്ടാവണം, അതൊക്കെ ഉണ്ടാവണം. എന്നാൽ അതോടൊപ്പം തന്നെ മറുഭാഗത്ത് ഇതത്ര എളുപ്പമല്ല, ഇതിൽ ഓരോ ഘട്ടത്തിലും തിരിച്ചടി ഉണ്ടാവും, നമ്മൾ വിചാരിച്ച പോലെ എല്ലാ കാര്യങ്ങളും നടക്കുക എന്നുള്ള ഒരു യാഥാർത്ഥ്യബോധവും അതേ സമയം തന്നെയാണ്. ഇത് രണ്ടുണ്ടാകുന്ന ആൾക്ക് തിരിച്ചടികൾ ഉണ്ടാകുമ്പോഴും അത് വലിയ പ്രയാസമായിട്ട് മാറില്ല. പിന്നെ ഞാൻ അപ്പോൾ എൻ്റെ സഹപ്രവർത്തകരായിരുന്ന മറ്റു പലരെക്കുറിച്ചും കൂടി ആലോചിക്കുമ്പോൾ അവരെക്കാളൊക്കെ എത്രയോ അവസരങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ടല്ലോ രാഷ്ട്രീയത്തിൽ. അപ്പോൾ എന്നേക്കാൾ കഴിവുള്ള ആളുകളുണ്ട്, എന്നേക്കാൾ സഫർ ചെയ്ത ആളുകൾ. ഞാൻ ആക്ച്വലി എൻ്റെ ഒരു സോഷ്യൽ ലൊക്കേഷൻ എന്നൊക്കെ പറയില്ലേ നമ്മളുടെ ഒരു സൊസൈറ്റിയിലെ നമ്മുടെ ഒരു പ്രിവിലേജ്, അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങൾ നോക്കുമ്പോൾ ഞാൻ പലതുകൊണ്ടും പ്രിവിലേജ്ഡ് ആണ്. ഏതൊക്കെയാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ പല കാര്യങ്ങൾ കൊണ്ടും പ്രിവിലേജ്ഡ് ആണ്. പക്ഷേ എന്നേക്കാൾ എത്രയോ അധികം സഫർ ചെയ്തിട്ടുള്ള, ഈ പ്രിവിലേജ് ഇല്ലായ്മ കൊണ്ട് പുറകോട്ട് പോകേണ്ടി വന്നിട്ടുള്ള എൻ്റെ ഒരുപാട് സഹപ്രവർത്തകരുണ്ട്. അപ്പോൾ അവരൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് അർഹതപ്പെട്ടതിൽ ഒരുപാട് കിട്ടിയിട്ടുണ്ടെന്ന് ഒരു പക്ഷേ തോന്നും അവസരങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ വിഷമം എന്ന് പറയുന്ന സാധനത്തിന് വലിയ സ്കോപ്പില്ല. നമ്മുടെ ഇപ്പോഴത്തെ ചില രാഷ്ട്രീയ കാര്യങ്ങൾ അല്ലെങ്കിൽ സാഹചര്യങ്ങളൊക്കെ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ, അതായത് പ്രതിപക്ഷത്തെ സംബന്ധിച്ച് ഭരണപക്ഷത്തിൻ്റെ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക, അത് ശ്രദ്ധാപൂർവം എത്തിക്കുക എന്ന് പറയുന്നത് വലിയൊരു ഉത്തരവാദിത്തമുള്ളൊരു കാര്യമാണ്. കാരണം ഭരണപക്ഷത്തിനെതിരെയുള്ള വിമർശനങ്ങൾ നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ കോൺഗ്രസ് എന്ന് പറയുന്ന ആ ഒരു പ്രസ്ഥാനം അത് എത്രത്തോളം വിജയിച്ചിട്ടുണ്ട്? താങ്കളുടെ ഒരു അഭിപ്രായത്തിൽ എന്താണ് അതിന് പറയാനുള്ളത്? പരമ്പരാഗത രീതികളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾ കുറേയേറെ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വിജയിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് സ്ഥിരമായിട്ട് സമരങ്ങൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഒരു വിഷയത്തിലും സമരം ചെയ്യാതെയോ ഗവൺമെൻറ്റിനെ വിമർശിക്കാതെയോ ഇരിക്കുന്നില്ല. ഞങ്ങൾ ആ ഉത്തരവാദിത്തം, പ്രതിപക്ഷ ധർമ്മം കൃത്യമായിട്ട് തന്നെ നിർവഹിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. സത്യത്തിൽ പ്രത്യേകിച്ചും കഴിഞ്ഞ 5 വർഷം എന്ന് പറയുന്നത് സമരങ്ങളുടെ ആധിക്യമാണ് ഞങ്ങളെ സംബന്ധിച്ച്. ഒരുപാട് വിഷയങ്ങൾ എല്ലാ ദിവസവും അല്ലെങ്കിൽ ആഴ്ചയിൽ 2 ദിവസമെങ്കിലും ഏതെങ്കിലും വിഷയം വെച്ചുകൊണ്ടുള്ള സമരങ്ങൾ പ്രാദേശികമായിട്ട്, അതായത് ഞങ്ങളുടെ പഞ്ചായത്ത് തലത്തിൽ, വാർഡ് തലത്തിൽ, നിയോജകമണ്ഡല തലത്തിൽ, ജില്ലാ തലത്തിൽ, സംസ്ഥാന സെക്രട്ടേറിയറ്റിന് മുമ്പിൽ, അങ്ങനെ ഞങ്ങളുടെ പോഷക സംഘടനകൾ, അങ്ങനെ നിരന്തരം എന്തെങ്കിലുമൊക്കെ വിഷയമായിട്ട് സമരം ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പം അങ്ങനെ ഞങ്ങളെ സംബന്ധിച്ച് ഫുള്ളി എൻഗേജ്ഡും ആ നിലയിൽ ഫുള്ളി ഒക്യുപ്പൈഡ് ആണ്. എന്നാൽ ആത്യന്തികമായി ചില കാര്യങ്ങളിൽ വേണ്ട രീതിയിൽ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, ഈ പുതിയ കാലഘട്ടത്തിൽ ഞങ്ങളുടെ സ്വാഭാവികമായിട്ടുള്ള ചില പരമ്പരാഗത രീതികളുണ്ട്. അത് ഞങ്ങൾക്ക് വലിയൊരു പരിമിതിയും ഒരു പ്രാരാബ്ദമോ അല്ലെങ്കിൽ ഒരു ബേർഡനായിട്ട് മാറുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് കോൺഗ്രസ് ഒരു ഏകശിലാത്മകമായിട്ടുള്ളൊരു പാർട്ടിയല്ല. കോൺഗ്രസ് ബേസിക്കലി ഒരു സമവായമാണ് എല്ലാ കാര്യത്തിലും. ഒരു പാർട്ടി ഓഫ് കൺസെൻസസ് എന്നാണ് അങ്ങനെ വേണമെങ്കിൽ പറയാൻ സാധിക്കും. കാരണം കോൺഗ്രസ്സിൽ ഒരുപാട് നേതാക്കന്മാരുണ്ട്. സ്വാഭാവികമായിട്ട് ആ നേതാക്കന്മാരോട് ചേർന്ന് നിൽക്കുന്ന സമ്മർദ്ദ ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ ഇവരൊക്കെ തമ്മിലുള്ള ഒരു കൺസെൻസസ് ആണ് പലപ്പോഴും കോൺഗ്രസ്സിലെ തീരുമാനങ്ങൾ. ഏത് തീരുമാനം, ഒരു പോസ്റ്റിലേക്ക് ഒരാളെ വെക്കുന്ന കാര്യത്തിലായാലും ശരി, ബാക്കി ഏത് കാര്യത്തിലായാലും ശരി, ഇങ്ങനെയുള്ള വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ള ആളുകൾ അഭിപ്രായങ്ങൾ ചിലപ്പോൾ പറയും, അഭിപ്രായങ്ങൾ വെച്ച് ഏറ്റുമുട്ടും, എന്നിട്ട് ഒരു പൊതു തീരുമാനത്തിലേക്ക് ചിലപ്പോൾ എത്തും. അപ്പോൾ ഏത് തീരുമാനം എടുത്താലും അതിനോട് പൂർണ്ണമായി യോജിപ്പില്ലാത്ത കുറച്ച് ആളുകൾ കോൺഗ്രസ്സിനകത്ത് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ചില മാധ്യമങ്ങളൊക്കെ ചിലപ്പോൾ ചെയ്യുന്നത്, ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഈ പരാതിക്കാരനായിട്ടുള്ള കുറച്ചൊരു അസംതൃപ്തനായിട്ട് നിൽക്കുന്ന കോൺഗ്രസ് നേതാവ് ഉണ്ടാവുമല്ലോ, അവരുടെ അടുത്തേക്ക് മയക്കുമായിട്ട് പോകും. എന്നിട്ട് ചോദിക്കും, നിങ്ങൾ ഈ തീരുമാനത്തെ എങ്ങനെ നോക്കിക്കാണോ? അപ്പോൾ പുള്ളിയുടെ മനസ്സിലുള്ളങ്ങ് പറയും. അത് നേരെ എടുത്ത് ഈ തീരുമാനം എടുത്ത ആളോട് ചോദിക്കും, ഇതാ കോൺഗ്രസ്സിലെ ഇന്ന നേതാവ് ഇങ്ങനെ പറഞ്ഞല്ലോ, പൊട്ടിത്തെറിച്ചല്ലോ, അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? അപ്പോൾ പുള്ളി എന്തെങ്കിലും പറയുമല്ലോ. അപ്പോൾ രണ്ടും വാർത്തയായി. അപ്പോൾ അങ്ങനെ വാർത്തകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു നല്ല ഉൽപ്പന്നമായിട്ട് കോൺഗ്രസ് പലപ്പോഴും മാറുന്നുണ്ട്. അത് കാരണം കോൺഗ്രസിൻ്റെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ആ ഹെട്രോജനിറ്റിയാണ്. എന്നാൽ മറ്റു പല കേഡർ പാർട്ടികൾക്ക് അതില്ല. അഭിപ്രായം പറയാൻ പോലുമുള്ള സ്വാതന്ത്ര്യമില്ല. അങ്ങനെ അഭിപ്രായം പറയണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവരുടെ ഒരു പൊളിറ്റിക്കൽ കരിയറിൻ്റെ അവസാന ഘട്ടത്തിലൊക്കെയാണ് ചിലപ്പോൾ അതുവരെയുള്ള ഫ്രസ്ട്രേഷൻ മുഴുവൻ അവർ പറയും. അപ്പോൾ ജി സുധാകരൻ CPM-നെ സംബന്ധിച്ച് വലിയൊരു നേതാവായിരുന്നു. അദ്ദേഹം ഈ അടുത്ത കാലത്ത് കുറേയേറെ പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കുന്ന ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോൾ EP ജയരാജൻ്റെ ഒരു പുസ്തകം അടുത്ത ദിവസം പുറത്തിറങ്ങിയല്ലോ, അതിലും ചില കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ നോക്കുമ്പോൾ അവരുടെ
CPM-നകത്തെ മെയിൻ സ്ട്രീം രാഷ്ട്രീയം അവരെ സംബന്ധിച്ച് ഏതാണ്ട് അവസാനിച്ചു കഴിഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നത്. ഈ ഘട്ടത്തിലാണ് അവർക്കത് പറയാൻ ധൈര്യം വരുള്ളൂ. കോൺഗ്രസ്സിന് അങ്ങനെയല്ല, വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് അതേ സമയത്ത് തന്നെ അത് പറഞ്ഞ് വെൻറ്റ് ഔട്ട് ചെയ്യും, എന്നിട്ട് വീണ്ടും യോജിച്ചു പോകും. അപ്പോൾ ഇത് ജനങ്ങൾക്കിടയിൽ കോൺഗ്രസ്സിൽ യോജിപ്പില്ല, കോൺഗ്രസ്സിൽ തമ്മിലടിയാണ്, കോൺഗ്രസ്സിൽ ചേരിപ്പോര്, തമ്മിലടി, ഇങ്ങനെ കുറേ വാക്കുകൾ നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. സമവായമില്ലായ്മയൊക്കെ വളരെ വളരെ മൈൽഡായിട്ടുള്ള വാക്കാണ്. അതല്ല, അതെ അതെ, വളരെ മൈൽഡാണ്. അത് ഞങ്ങളെ സംബന്ധിച്ച് അങ്ങനെയൊക്കെ നിങ്ങൾ പറഞ്ഞു കിട്ടിയാൽ ഞങ്ങൾക്ക് സന്തോഷമാണ്. ഇത് പൊട്ടിത്തെറി, ചേരിപ്പോര്, അങ്ങനെയൊക്കെയുള്ള തലത്തിലുള്ള വാക്കുകളാണല്ലോ നിങ്ങൾ ഉപയോഗിക്കുക. അപ്പോൾ അതിനുള്ള ഒരു ഫെർട്ടൈൽ സോയിലാണ് എപ്പോഴും കോൺഗ്രസ്. അത് ആ അർത്ഥത്തിൽ മുൻപ് ഉള്ള തലമുറയ്ക്ക് ഉൾക്കൊള്ളാൻ കഴിയുമായിരുന്നു. കാരണം മുമ്പ് ഇതൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ പൊട്ടിത്തെറി ഉണ്ടായാലും പിറ്റേ ദിവസത്തെ മലയാള മനോരമയോ മാതൃഭൂമിയോ അങ്ങനെ പ്രധാനപ്പെട്ട പത്രങ്ങളിൽ വരുന്ന വാർത്തയല്ലേ ആളുകളിലേക്ക് എത്തുന്നുള്ളൂ. അത് മുമ്പുള്ള പൊട്ടിത്തെറി. ഇത് അങ്ങനെയല്ലല്ലോ. ഓരോ സമയവും ആളുകളുടെ മുഖഭാവം, ഇപ്പോൾ ഒരു പത്രസമ്മേളനത്തിൽ 2 നേതാക്കന്മാർ ഒരുമിച്ചിരിക്കുമ്പോൾ അവർ തമ്മിലുള്ള ബോഡി ലാംഗ്വേജ് അടക്കം കേരളത്തിൽ വലിയ ചർച്ചാ വിഷയവും വലിയ രീതിയിലുള്ള വിവാദമായിട്ടുണ്ടല്ലോ. അല്ലെങ്കിൽ പാസീവായിട്ട് പറഞ്ഞൊരു വാക്ക്, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ തമാശയാണ് യഥാർത്ഥത്തിൽ അതൊക്കെ ആലോചിക്കുമ്പോൾ. അതൊക്കെയാണ് നിങ്ങൾ മാധ്യമങ്ങളുടെയും ഏറ്റവും ഇഷ്ട ഭക്ഷണം, അതൊക്കെയാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ ഒരു പ്രിഡേറ്റേഴ്സിനെ പോലെ ഞങ്ങളുടെ പിന്നാലെ കൂടിയിരിക്കുകയാണ്. അപ്പോൾ അതിനെ എത്രത്തോളം ജീവിക്കാൻ പറ്റും എന്നുള്ളത് പ്രശ്നമുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞു വന്ന പോയിൻ്റ്, യഥാർത്ഥത്തിൽ ഞങ്ങൾ ഗവൺമെൻറ്റിനെതിരെ അല്ലെങ്കിൽ ഭരണകൂടത്തിനെതിരെ അല്ലെങ്കിൽ സിസ്റ്റത്തിനെതിരെ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട പല വിമർശനങ്ങളുടെയും ഒരു എയർ ടൈം സ്പേസാണ് നിങ്ങളുടെ ഇത്തരത്തിലുള്ള വിവാദങ്ങൾ കൊണ്ട് ഇല്ലാതാവുന്നത്. അതിൽ പല അജണ്ടകളുമുണ്ട്. സർക്കാരിനെതിരെ പ്രധാനപ്പെട്ട എന്തെങ്കിലും വിമർശനം വരുമ്പോൾ ഉടൻ ചില മാധ്യമങ്ങൾ ഇങ്ങനെയുള്ള എന്തെങ്കിലും തോണ്ടിക്കൊണ്ടുവരും കോൺഗ്രസിനെതിരെ. അപ്പോൾ അതൊരു യഥാർത്ഥത്തിൽ ജനങ്ങളോട് ചെയ്യുന്നൊരു അനീതിയാണ്. അപ്പോൾ അതുകൊണ്ട് രാഷ്ട്രീയത്തിൽ എന്തൊക്കെയാണ് ചർച്ച ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് തള്ളിക്കളയേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് മാധ്യമങ്ങൾ ഞങ്ങളെ കൊണ്ട് സഹായിച്ചാൽ നമുക്ക് യഥാർത്ഥ പ്രശ്നങ്ങൾ കുറച്ചുകൂടി നല്ല രീതിയിൽ ജനങ്ങൾക്കിടയിൽ അവതരിപ്പിക്കാൻ പറ്റും. ഈ കാലഘട്ടത്തിൽ ഇത്രയും നാൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ഒരു വ്യക്തി, അപ്പോൾ ഇതിനിടയ്ക്ക് ഒരുപാട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിക്കാണും, ഉറപ്പായിട്ടും ഉണ്ടായിക്കാണും. അപ്പോൾ ഇതിൽ പെട്ടെന്ന് നമ്മളങ്ങനെ ചോദിക്കുമ്പോൾ മറക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ മനസ്സിനെ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തിയ ഒരു പൊളിറ്റിക്കൽ ഒരു അനുഭവം പറഞ്ഞാൽ, ഒരു രാഷ്ട്രീയത്തിലുണ്ടായ ഒരു സങ്കടപ്പെട്ട ഒരു അനുഭവം, അതെന്തായിരിക്കും? ചിലപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ അതിനെക്കുറിച്ച് ചർച്ചയ്ക്കില്ല. അത് ഏതൊരു രാഷ്ട്രീയക്കാരനെ സംബന്ധിച്ചും ചില ഇത്തരത്തിലുള്ള വേദനിപ്പിക്കുന്ന അനുഭവങ്ങളുണ്ടാവും. ചിലപ്പോൾ ഇച്ഛാഭംഗങ്ങളെന്നൊക്കെ വിശേഷിപ്പിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളുണ്ടാവും. നമുക്ക് അർഹതപ്പെട്ടത് എന്ന് നാട്ടിലെ മുഴുവൻ ആളുകളും പറയുന്ന ചില കാര്യങ്ങൾ നമുക്ക് കിട്ടാതെ പോകുമ്പോൾ ഉണ്ടാകുന്ന വേദനയുണ്ടാവും. പക്ഷേ അപ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ അത്ര പോലും കിട്ടിയിട്ടില്ലാത്ത മറ്റ് നൂറുകണക്കിന് ആളുകളെക്കുറിച്ചാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അത്തരം കാര്യങ്ങളെക്കുറിച്ച് ഒരു കാലത്തും പരസ്യമായിട്ടുള്ളൊരു പരാതി പറയുന്ന ആളായിട്ട് നിങ്ങളുടെ മുന്നിൽ വരില്ല. ആ ചോദ്യത്തിന് എനിക്ക് മറുപടിയില്ല. അത് സ്വാഭാവികമാണ്, ജീവിതത്തിലൊക്കെ ഉണ്ടാവുമല്ലോ നമ്മൾ കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ രാഷ്ട്രീയത്തിലുണ്ടാവും. പക്ഷേ എന്നെ സംബന്ധിച്ച് അതിൻ്റെ ഒക്കെ അപ്പുറത്ത് പാർട്ടി ഒരുപാട് പരിഗണന തന്നിട്ടുള്ള, ചേർത്ത് പിടിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതിനോട് ഗ്രേറ്റ്ഫുള്ളാണ്. ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ വി ഡി സതീശൻ, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, അതുപോലെ തന്നെ കെ സി വേണുഗോപാൽ, അപ്പോൾ ഇവരെയൊക്കെ നമ്മളൊന്ന് വിലയിരുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിയെ കെട്ടുറപ്പോടെ നയിക്കാനായിട്ട് ഇവരുടെ ഒരു പ്രയത്നം അത് എങ്ങനെയാണ്? പേഴ്സണലി ഈ 2 വ്യക്തികളെ കുറിച്ചുള്ള അഭിപ്രായം വി ടി ബലറാമൻ എന്താണ്? 2 പേരും എന്നോട് വളരെ താല്പര്യവും അടുപ്പവും കാണിക്കുന്ന ആളാണ്. എനിക്ക് പൊളിറ്റിക്കലി വലിയ സപ്പോർട്ട് നൽകുന്ന ആളുകളാണ്. ഇപ്പം കെ സി ഞാനൊക്കെ വിദ്യാർത്ഥിയാവുന്ന സമയത്ത് അന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായി ഞങ്ങളൊക്കെ വലിയ ഒരു ആരാധനയോടുകൂടി നോക്കി കണ്ട ആളാണ്. പക്ഷേ പിന്നീട് അദ്ദേഹം ഞങ്ങളെയൊക്കെ വലിയ രീതിയിൽ സഹപ്രവർത്തകരായി തന്നെ കൊണ്ടു നടക്കുകയും സഹായിക്കുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ യഥാർത്ഥത്തിൽ ഓർക്കുകയാണ്, ഞാൻ നിയമസഭയിലേക്ക് എൻ്റെ പേര് തീരുമാനമാവുന്ന അവസരത്തിൽ അന്ന് കെ സി അവിടെ കേരള ഹൗസിലുണ്ട് ഡൽഹിയിൽ. അദ്ദേഹം MP ആണ്, കേന്ദ്രമന്ത്രിയാണ്. അപ്പോൾ പുള്ളി അടുത്ത് വിളിച്ച് എന്നോട് നീ ധൈര്യമായിട്ട് പോകും, മത്സരിക്ക്, ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ആശീർവദിച്ച് വിടുന്ന ഒരു ഓർമ്മ എൻ്റെ മനസ്സിലുണ്ട്. എൻ്റെ പ്രചരണത്തിന് അദ്ദേഹം തൃത്താലയിൽ വന്നിരുന്നു അന്ന്, പിന്നീട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു അനുഭവം അടുപ്പവും അദ്ദേഹമായിട്ടുണ്ട്. എപ്പോഴും കോൺഗ്രസ്സിലെ പുതിയ തലമുറയെ പിന്തുണയ്ക്കും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരാളാണ്, ഇപ്പോഴും അതെ. ശ്രീ വി ഡി സതീശനാണെങ്കിൽ ഞങ്ങൾ നിയമസഭയിൽ 10 വർഷം ഞങ്ങൾ സഹപ്രവർത്തകർ എന്നുള്ളതിൽ എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ പ്രവർത്തിച്ചിരുന്ന ആളാണ്.
മാത്രമല്ല അന്ന് ഞങ്ങൾ MLA മാർക്കിടയിൽ ഞങ്ങൾ ഹരിത MLA എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രയോഗമൊക്കെ അന്നുണ്ടായിരുന്നു. ഞങ്ങൾ പരിസ്ഥിതി വിഷയങ്ങളിലൊക്കെ ചില നിലപാട് കൂട്ടായി എടുത്തപ്പോൾ. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ആ ഒരു ടീമിൻ്റെ ഒരു സീനിയറായിട്ടുള്ള മെമ്പർ എന്ന നിലയിൽ അതിന് മൊത്തത്തിൽ നേതൃത്വം നൽകിയിരുന്ന ഒരാളാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ പല വിഷയങ്ങളിലുള്ള ക്ലാരിറ്റി ഓഫ് തോട്ട് എന്നൊക്കെ പറയില്ലേ, ഒരു വിഷയത്തെ കൃത്യമായിട്ട് അപഗ്രഥിച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള നിലപാടെടുക്കാൻ സാധിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം നല്ല ഒരു വൊറേഷ്യസ് ആയിട്ടുള്ള റീഡറാണ്. അപ്പോൾ പല പുസ്തകങ്ങളും ഞങ്ങൾ ബുക്ക് സജഷൻസ് പരസ്പരം പങ്കുവയ്ക്കാറുണ്ട്. ഞാൻ വായിച്ച പുസ്തകം അദ്ദേഹത്തോട് പറയും, അദ്ദേഹം വായിച്ച പുസ്തകം നമ്മൾ പറയും. അപ്പോൾ അദ്ദേഹം വായിച്ച പല പുസ്തകങ്ങളും ഞാൻ റെഫറൻസ് എടുക്കാറുണ്ട്. പിന്നീട് അവസരം കിട്ടുമ്പോൾ ഞാനത് വായിക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പരസ്പര ആശയവിനിമയം നടക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ വ്യക്തിപരമായിട്ട് രണ്ടുപേരും പ്രിയപ്പെട്ടവരാണ്. ഈ ഒരു ഗുരുനാഥൻ എന്നൊക്കെ കണക്കാക്കി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാഷ്ട്രീയ ജീവിതത്തിലെ ഒരു പ്രധാന വ്യക്തി, തങ്ങളെ സംബന്ധിച്ച് സ്വാധീനിച്ച ഒരു വ്യക്തി അതാരായിരിക്കും? അങ്ങനെ വ്യക്തി എന്നുള്ള അർത്ഥത്തിലല്ല രാഷ്ട്രീയത്തിൽ എനിക്ക് സ്വാധീനങ്ങളുള്ളത്, ആശയപരമായിട്ടാണ്. പിന്നെ ചില വ്യക്തികളുടെ ചില കാലഘട്ടങ്ങളിലെ ഇടപെടലുകളും പ്രവർത്തനങ്ങളൊക്കെ നമ്മളെ വല്ലാണ്ട് ഇൻസ്പയർ ചെയ്യും. ആ നിലയിൽ രാഹുൽ ഗാന്ധി ഇപ്പം അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നൊരു പോരാട്ടം അദ്ദേഹം അല്ലാണ്ട് വേറെ ആർക്കാണ് നടത്താൻ പറ്റുക? ഇന്ത്യൻ ജനാധിപത്യം വലിയൊരു ക്രൈസിസിലാണല്ലോ. ഏറ്റവും നിഷ്പക്ഷമായിട്ട് പ്രവർത്തിക്കേണ്ട ഒരു ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത് ഇന്ന് 0 ആണ്. ഒരു എന്താ പറയുക, അത് ചരിത്രത്തിൽ ഇന്നേ വരെ ഇത്ര ഒരു ക്രെഡിബിലിറ്റി ക്രൈസിസ് ഇലക്ഷൻ കമ്മീഷൻ നേരിട്ടിട്ടില്ല. അത് സ്വയം അവരുണ്ടാക്കി വെച്ചതാണ്. ഏറ്റവും കൃത്യമായി നിഷ്പക്ഷമായിട്ട് സുതാര്യമായി ഒരു അമ്പയറായിട്ട് പ്രവർത്തിക്കേണ്ട ആളുകൾ നേരെ കളിക്കാരുടെ ഒരു ടീമിനൊപ്പം ചേരുകയാണ്. അമ്പയർ ഗോളടിക്കുകയാണ്. ആ അവസ്ഥയിലാണ് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ നിൽക്കുന്നത്. അപ്പോൾ അതിനെതിരെ ഇന്ത്യൻ ജനാധിപത്യത്തെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പോരാട്ടം ശ്രീ രാഹുൽ ഗാന്ധി നടത്തുമ്പോൾ അത് ഏതാണ്ട് ഒരു ഒറ്റയാൾ പോരാട്ടം പോലെയാണ് മാറുന്നത്. പിന്നീട് കുറേ ആളുകളൊക്കെ മടിച്ച് അദ്ദേഹത്തോടൊപ്പം ചേരുന്നുണ്ടെങ്കിലും അടിസ്ഥാനപരമായി അദ്ദേഹത്തിൻ്റെ ഒരു ഏർജും ഒരു കൺവിക്ഷനും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു അങ്ങേയറ്റത്തെ കറേജുമാണ് നമുക്കതിൽ കാണാൻ സാധിക്കും. അപ്പോൾ അത് നമ്മളെ സംബന്ധിച്ചൊരു വലിയൊരു ഇൻസ്പിറേഷനാണ്. പല വിഷയങ്ങളിലും നിലപാടെടുക്കാനും ആ നിലപാട് എന്താ പറയുക ചലഞ്ച് ചെയ്യപ്പെടുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവർ അതിൻ്റെ പേരിൽ നമ്മളെ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ അതിൽ തന്നെ നിൽക്കാനുമൊക്കെയുള്ള ഒരു ഇതുണ്ടല്ലോ, അത് രാഷ്ട്രീയത്തിൽ എപ്പോഴും വേണ്ട കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരു പോസിറ്റീവ് ട്രേറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലത്ത് ഏറ്റവും നമുക്ക് മാതൃകയാക്കാൻ പറ്റുന്നത്, ഇൻസ്പിറേഷനായിട്ട് നമുക്ക് മുമ്പിൽ നിൽക്കുന്നത് രാഹുൽ ഗാന്ധി തന്നെയാണ്. അത്രമാത്രം അപഹസിക്കപ്പെട്ട, റിഡിക്യൂൾ ചെയ്യപ്പെട്ട, ആക്രമിക്കപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവ് ഇന്ന് ഇന്ത്യയിലില്ലല്ലോ. അതോടൊപ്പം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന സാമൂഹ്യനീതിയുടെ ആശയം, എനിക്ക് അക്കാര്യത്തിൽ കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസിൻ്റെ മുഖ്യധാരയിലുള്ള മറ്റ് പല നേതാക്കന്മാർ പോലും ആ ഒരു സാമൂഹ്യനീതിയുടെ രാഷ്ട്രീയത്തെ വേണ്ട രീതിയിൽ ഉൾക്കൊള്ളുന്നില്ല എന്നുള്ള ഒരു വിമർശനമുള്ള ആളാണ്. ഒരു കോൺഗ്രസിനെ കുറിച്ച് ഏതെങ്കിലും തരത്തിൽ ഒരു ആത്മവിമർശനം എന്തെങ്കിലും ഉണ്ടോ എന്ന് നിങ്ങൾ ചോദിച്ചാൽ എനിക്ക് പറയാനുള്ളൊരു പോയിൻ്റ് അതാണ്. ഈ സാമൂഹ്യനീതിയുടെ രാഷ്ട്രീയം രാഹുൽ ഗാന്ധി മുന്നോട്ട് വയ്ക്കുന്നതിൻ്റെ അതിൻ്റെ ഡെപ്തിനെയും അതിൻ്റെ ഒരു റെലവൻസിനെയും പൂർണ്ണാർത്ഥത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് കേരളത്തിൽ അതിനെ ജനങ്ങൾക്കിടയിൽ അവതരിപ്പിക്കാൻ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം വേണ്ട രീതിയിൽ കടന്നു വന്നിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ വിമർശനം. ഇനിയിപ്പോൾ എന്തായാലും ഒരു UDF അധികാരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, തെരഞ്ഞെടുപ്പ് എടുത്തു, അപ്പോൾ UDF അധികാരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആദ്യം വരുന്ന ഒരു മാറ്റം എന്തായിരിക്കും നമ്മുടെ ഈ കേരള രാഷ്ട്രീയത്തിൽ, അല്ലെങ്കിൽ കേരളത്തിൽ എന്ത് മാറ്റമായിരിക്കും UDF കൊണ്ടുവരിക? തീർച്ചയായിട്ടും ഒരുപാട് മാറ്റങ്ങൾ വരാനുണ്ട്. ഒന്ന്, നമ്മുടെ സാമ്പത്തിക രംഗം കുത്തഴിഞ്ഞ് കിടക്കുകയാണ്. ഇവരെന്തൊക്കെ പറഞ്ഞാലും വലിയ കടക്കെണിയാണ്. ദൈനംദിന കാര്യങ്ങൾക്ക് പോലും പൈസ ഇല്ലാത്ത അവസ്ഥയാണ്. ഇപ്പം മുഖ്യമന്ത്രി 10,000 കോടി രൂപയുടെ അധിക ചെലവ് വരുന്ന കുറേ പ്രഖ്യാപനങ്ങൾ നടത്തി. അത് കഴിഞ്ഞ് നേരെ സഹകരണ ബാങ്കുകളുടെ കഴുത്തിന് പിടിക്കുകയാണ്. അവരുടെ ഡെപ്പോസിറ്റിൽ നിന്നാണ് കൂടുതൽ പലിശ തരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിനു വേണ്ടിയുള്ള പണം കണ്ടെത്തുന്നത്. കാരണം ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ഈ ഒരു 3-4 മാസം എങ്ങനെയെങ്കിലും കഴിഞ്ഞ് കിട്ടിയാൽ മതി. ഇലക്ഷനിൻ്റെ മുമ്പിൽ ഞങ്ങൾ പെൻഷൻ കൂട്ടി, ഞങ്ങൾ വീട്ടമ്മമാർക്ക് പൈസ കൊടുക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള അവരുടെ ആ പ്രഖ്യാപനം, അവർക്ക് ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ ഇത് പ്രഖ്യാപിച്ച 2021 മുതൽ കൊടുക്കണമല്ലോ. 2021 തെരഞ്ഞെടുപ്പിലാണ് ഈ വാഗ്ദാനങ്ങളൊക്കെ മുന്നോട്ട് വെച്ചത്. ക്ഷേമ പെൻഷൻ 2500 രൂപയാക്കുമെന്ന്. 4.5 വർഷം 1 രൂപ കൂട്ടിയില്ല. എന്നിട്ടിപ്പോൾ 400 രൂപ കൂട്ടി. ഇനിയിപ്പോൾ 3-4 മാസം കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ കൂട്ടിയോ എന്ന് ചോദിച്ചാൽ കൂട്ടി, എന്നാൽ അതിനുള്ള വല്ല മാർഗം കണ്ടിട്ടുണ്ടോ? ഒന്നുമില്ല.
സർക്കാർ ജീവനക്കാർക്ക് കോടികളുടെ കുടിശ്ശികയാണ്, കരാറുകാർക്ക് കോടികളുടെ കുടിശ്ശികയാണ്, പഞ്ചായത്തുകൾക്ക് നൽകേണ്ട ഗ്രാൻറ്റുകൾ ഓരോ വർഷവും ഗണ്യമായ രീതിയിൽ വെട്ടിക്കുറയ്ക്കുക. നിസ്സാര വെട്ടിക്കുറവല്ല, 40% 50% ഒക്കെ പ്ലാൻ കട്ട് ഉണ്ടാവുന്നുണ്ട്. എന്നാൽ ധൂർത്തിനൊന്നും ഒരു കുറവുമില്ല. ഞാൻ തന്നെ ഒരു അടുത്ത കാലത്തൊരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ മറിച്ചത്, കേരളത്തിൽ നിന്ന് ഏറ്റവും പ്രോഫിറ്റബിൾ ആകുമെന്ന് ഉറപ്പുള്ള ഒരു സംരംഭം എന്ന് പറയുന്നത്, ഒരു ബിസിനസ് സംരംഭം എന്ന് പറയുന്നത് CPM അനുകൂല PR ഏജൻസി നിങ്ങൾ തുടങ്ങിയാൽ അത് നല്ല സംരംഭമായിരിക്കും. കാരണം അത്രത്തോളം സർക്കാർ പരിപാടികൾ, അതിന് കോടികൾ, അതിന് യാതൊരു കണക്കുമില്ല. ഈ പറഞ്ഞ CPMൻ്റെ പാർശ്വവർത്തികളായിട്ടുള്ള കുറേ ആളുകൾക്ക് അടിച്ചുകൊണ്ട് പോകാനുള്ള അവസരമായിട്ട് ഇത് മാറുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി പദ്ധതി ഒക്കെ തയ്യാറാക്കി വലിയ കൊട്ടിക്കൊഴിച്ചപ്പോൾ അതിൻ്റെ ഉദ്ഘാടനം നടന്നല്ലോ. അതിൻ്റെ ഭവനരഹിതരും തെരുവിൽ കിടക്കുന്ന ആളുകളുമൊക്കെ ആയിട്ടുള്ള ആളുകൾക്ക് ഷെൽട്ടർ ഉണ്ടാക്കാൻ വേണ്ടി നീക്കി വെച്ച പൈസയിൽ നിന്നാണ് 1.5 കോടി എടുത്തിട്ട് ഈ ആഘോഷ പരിപാടികൾ മുഴുവൻ നടത്തി മമ്മൂട്ടിയൊക്കെ കൊണ്ടുവന്നിട്ടുള്ള പരിപാടി നടത്തിയത്. അപ്പോൾ ആ നിലയിലുള്ള ധൂർത്താണ്, ഒരു തരത്തിലുള്ള അക്കൗണ്ടബിലിറ്റി ഇല്ലാത്തൊരവസ്ഥയാണ്. ഇതൊക്കെ കേരളത്തിലെ മൊത്തം ബജറ്റുമായിട്ട് നോക്കുമ്പോൾ ഇത്ര വലിയ എമൗണ്ട് ആണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല, ശരിയാണ്. ഇപ്പോൾ ഒരു കേരളത്തിൻ്റെ ഒരു വർഷത്തെ ബജറ്റ് ഏതാണ്ട് 2 ലക്ഷം കോടി രൂപയാണ്. ഇവിടെ ഇപ്പോൾ ചിലവഴിക്കുന്ന ആഘോഷ പരിപാടികൾക്ക് 50 കോടി രൂപ ചിലവഴിച്ച് എത്ര വലിയ കുഴപ്പമാണോ, പരസ്യത്തിന് 100 കോടി ചിലവഴിച്ച് എത്ര വലിയ കുഴപ്പമാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ശരിയാണ്. പക്ഷേ ഇതിനൊരു മറ്റൊരു തരത്തിലൊരു ധാർമ്മികതയുടെ വിഷയം കൂടി ഉണ്ടല്ലോ. ഒരു ഭാഗത്ത് നിങ്ങൾ ആശാ വർക്കർമാർക്ക് 1000 രൂപ വർദ്ധിപ്പിച്ച് നൽകാൻ എന്താ പറയുക, അവരെ 5-8 മാസം മഞ്ഞും വെയിലും മഴയും കൊണ്ട് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ അവരെ കൊണ്ട് എല്ലാ നരകയാതനയും അനുഭവിപ്പിച്ചിട്ട് അവസാനം 1000 രൂപയാണ് നിങ്ങൾ വർദ്ധിപ്പിച്ചു കൊടുക്കുന്നത്. മറുഭാഗത്ത് വേറൊരു കയ്യും കണക്കുമില്ലാതെ ഇത്തരത്തിൽ കോടികൾ ചെലവഴിക്കുന്നു. ഇതൊരു അധാർമികതയുടെ ഒരു പ്രശ്നമുണ്ട്, പൊളിറ്റിക്കൽ മൊറാലിറ്റിയുടെ ഒരു പ്രശ്നമുണ്ട് ഇതിൽ. അത് ഈ ഗവൺമെൻറ് ജനങ്ങളോട് ചെയ്യുന്ന വലിയൊരു വഞ്ചനയാണ്, ജനങ്ങളോടുള്ള വെല്ലുവിളി കൂടിയാണ്. കാരണം ഇതൊക്കെ ചെയ്താലും ഞങ്ങൾക്ക് ഭരണം കിട്ടും, ഞങ്ങൾ തുടർ ഭരണം നേടിയ ആളുകളാണ്, ഇതിനും വലിയ ആരോപണങ്ങൾ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ സമയത്ത് ഉണ്ടായിരുന്നില്ലേ, അതിനൊക്കെ ഞങ്ങൾ അതിജീവിച്ച് ഞങ്ങൾ തുടർ ഭരണം നേടിയില്ലേ എന്ന് പറയുന്നൊരു അവസ്ഥയിലേക്ക് വന്നിരിക്കുകയല്ലേ. അതല്ല ഇപ്പം അയ്യപ്പൻ്റെ സ്വർണ്ണത്തിൽ പോലും കൈവയ്ക്കാമെന്നുള്ള ഒരു ധൈര്യത്തിലേക്കൊക്കെ കാര്യങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ അതൊരു ആ ഒരു ആറ്റിറ്റ്യൂഡിൻ്റെ മാറ്റം ഉണ്ടാവുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് കേരളത്തിൽ ഇത്തവണ ഒരു ഭരണമാറ്റം ഉണ്ടാവണമെന്ന് പറയുന്നത്. കേരളത്തിൻ്റെ മുമ്പത്തെ എന്തൊക്കെ പറഞ്ഞാലും വികസന തുടർച്ച ഉണ്ടാവില്ല എന്നോ, അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ്റിൻ്റെ നല്ല കാര്യങ്ങൾ അടുത്ത ഗവൺമെൻറ് മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല എന്നുള്ള പരാതിയൊക്കെ ഉണ്ടെങ്കിൽ പോലും കേരളത്തിൽ അടിസ്ഥാനപരമായി ഈ ഭരണമാറ്റങ്ങൾ 5 വർഷം കൂടുമ്പോൾ ഉണ്ടായിരുന്നത് പൊതുവിൽ കേരളത്തിൽ ഗുണം ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു ഗവൺമെൻറ് എന്താ പറയുക, നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ പലപ്പോഴും നോക്കുമായിരുന്നു. അതല്ലെങ്കിൽ ആൾട്ടർനേറ്റീവ് ഓപ്ഷൻ എപ്പോഴും ഉണ്ട് എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു, ഒരു ഡിറ്റർജൻ്റ് ഉണ്ടായിരുന്നു. അതില്ലാതായി കഴിഞ്ഞാൽ പിന്നെ എന്തുമാവാമെന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറും. അതാണിപ്പം 10 വർഷം കൊണ്ട് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ മൂന്നാമതൊരു തുടർഭരണം എന്നൊക്കെ പറയുമ്പോൾ തന്നെ ആളുകൾക്ക് പേടിയാവുന്ന കാര്യങ്ങൾ ഇത് കാരണം കൊണ്ടാണ്. അപ്പോൾ അതിലൊരു മാറ്റം ഉണ്ടാണ്. സാമ്പത്തിക രംഗം അടിമുടി നമുക്ക് പരിഷ്കരിക്കണം. ടാക്സ് കളക്ഷൻ വർദ്ധിപ്പിക്കണം, പുതിയ ടാക്സ് അവന്യൂസ് നമുക്ക് കണ്ടെത്താൻ സാധിക്കണം. അങ്ങനെ ഒരു സാമ്പത്തികമായിട്ട് നമുക്കൊരു അല്പമെങ്കിലും സ്റ്റെബിലൈസ്ഡ് ആവാൻ കഴിയുന്നൊരവസ്ഥ ഉണ്ടാവണം. 2, ഇതിൻ്റെ ഏറ്റവും വലിയ നിഗ്ലക്റ്റ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പൊതുജനാരോഗ്യം പോലുള്ള മേഖലയാണ്. നമ്മുടെ ആശുപത്രികൾ ഇപ്പം മെഡിക്കൽ കോളേജിൽ നിന്ന് സർജറി എക്യുപ്മെൻറ്റ്സ് വെൻഡേഴ്സ് തിരിച്ചെടുത്തുകൊണ്ട് പോവുകയാണ്, അതിന് പൈസ കൊടുക്കാത്തതുകൊണ്ട്. ശസ്ത്രക്രിയകൾ മുടങ്ങിയാണ്. അപ്പോൾ അതുപോലുള്ള സാഹചര്യങ്ങൾ. അപ്പോൾ ഗവൺമെൻറ് ഒരു ഫോക്കസ് ആണ്, ഒരു പ്രയോറിറ്റിയാണ്. നമ്മൾ ഒരു ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളുടെ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ ഒരു 100,000 കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ വിഭവങ്ങൾ വളരെ പരിമിതമായിരിക്കും. അപ്പോൾ അവിടെയാണ് ഒരു മൈൻഡ് അപ്ലൈ ചെയ്യേണ്ടത്. പഴയ പ്ലാനിങ്ങിൻ്റെ ഒക്കെ പ്രസക്തി അവിടെയാണ്. ഈ ലിമിറ്റഡ് റിസോഴ്സസ്, അൺലിമിറ്റഡ് വാണ്ട്സ്, ഇത് തമ്മിലൊന്നൊരു കോമ്പൻസേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതിൽ പ്രയോറിറ്റി നൽകേണ്ട മേഖലകൾ എന്തൊക്കെയാണ്? ഇപ്പോൾ പട്ടികജാതി കുട്ടികളുടെ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ മുടങ്ങുന്നു, വലിയ ഗുരുതരമായിട്ടുള്ള പ്രശ്നമല്ലേ? ഇപ്പോൾ 3 വർഷത്തെ ഒരു കോഴ്സിന് ഒരു കുട്ടി ചേർന്നാൽ 1-ാമത്തെ വർഷത്തെ ഫീസ് ഗവൺമെൻറ് അടയ്ക്കണം. 1-ാമത്തെ വർഷം അഡ്മിഷൻ കൊടുക്കും, ഗവൺമെൻറ്റിൽ നിന്ന് 2 മാസം 3 മാസത്തിന് ശേഷം ഫീസ് വരുമെന്നുള്ള പ്രതീക്ഷയിൽ. ഇത് അടുത്ത അധ്യയന വർഷത്തിലേക്ക് കുട്ടി പോകുമ്പോഴും ഈ 1-ാമത്തെ വർഷത്തെ ഫീസ് വരുന്നില്ല. ഉടൻ പ്രിൻസിപ്പലും സ്ഥാപന മേധാവിയും വിളിക്കും, നിങ്ങളുടെ ഫീസ് വന്നിട്ടില്ല, വേറെ എന്തെങ്കിലും മാർഗ്ഗം തേടണം, അല്ലെങ്കിൽ ലോൺ എടുത്ത് അടയ്ക്കണം എന്നുള്ളൊരു സമ്മർദ്ദം വരും. കുട്ടികൾക്ക് നിവൃത്തിയില്ല. 2-ാമത്തെ വർഷം കഴിഞ്ഞ് 3-ാമത്തെ വർഷം എത്തുമ്പോഴേക്കും അപ്പോഴും 1-ാമത്തെ വർഷത്തെ ഫീസ് വന്നിട്ടില്ല. പല കുട്ടികൾക്കും പഠനം നിർത്തേണ്ടി വരുന്നുണ്ട്.
അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആ കുട്ടികൾ ആ ക്ലാസ് റൂമിൽ തന്നെ യഥാർത്ഥത്തിലൊരു മാനസിക സമ്മർദ്ദം അനുഭവിക്കുകയാണ്. ഇവർ ഫീസ് കൊടുക്കാതെ പഠിക്കുന്ന ആളുകൾ എന്നുള്ള നിലയ്ക്കുള്ള ഒരു അവഗണനയും ആ ഒരു ഇതുണ്ടല്ലോ, ഒരു ടാബു ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ കാരണം അത് നിസ്സാരമായിട്ടുള്ള തുകയാണ്. അത് പ്രയോറിറ്റിയിൽ കണ്ടെത്തി അതാദ്യം ചെയ്യുക എന്നുള്ളൊരു അവസ്ഥയില്ല. ഇപ്പോൾ സ്കൂൾ ഉച്ചഭക്ഷണത്തിൻ്റെ പൈസ പലയിടത്തും പെൻഡിങ് ആവുന്നു. സ്കൂൾ യൂണിഫോമിൻ്റെ പൈസ പെൻഡിങ് ആവുന്നു. ഇതൊക്കെ എല്ലാ വർഷവും ചെയ്യേണ്ട ചെറിയ ചെറിയ ചിലവുകളാണ്. 100-150 കോടി രൂപയേ ഉള്ളൂ. അത് കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്നുള്ള പ്രശ്നം. അപ്പോൾ അങ്ങനെ കുറേ പ്രയോറിറ്റി മാറ്റി നിശ്ചയിക്കേണ്ടതായിട്ടുണ്ട്. അതാണ് അടുത്ത ഗവൺമെൻറ് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യാൻ പോവുക. തൃത്താല തിരിച്ചു പിടിക്കാനായിട്ട് പാർട്ടി ആ ഒരു ദൗത്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ താങ്കൾ എങ്ങനെയായിരിക്കും അതിനെ നോക്കിക്കാണുക, അല്ലെങ്കിൽ ആ പോരാട്ടം ഏത് രീതിയിലായിരിക്കും? യഥാർത്ഥത്തിൽ തൃത്താല തിരിച്ചു പിടിക്കാനുള്ള ഒരു ദൗത്യമായിട്ടാണ് 2011 എനിക്കൊരു അവസരം പാർട്ടി തന്നത്. കാരണം അതിന് മുമ്പുള്ള 20 വർഷം തുടർച്ചയായിട്ട് CPM ജയിച്ചു വരുന്നൊരു മണ്ഡലമായിരുന്നു. അപ്പോൾ ഞാനടക്കമുള്ള നേരത്തെ പറഞ്ഞ പോലെ ചെറുപ്പക്കാരെ ഇത്തരത്തിലുള്ള മണ്ഡലങ്ങളിൽ പരീക്ഷിച്ച് അവിടെ UDFന് അനുകൂലമായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളൊരു കാഴ്ചപ്പാടിൻ്റെ ഭാഗമായിട്ടാണ്. അതുപോലെ ഇത്തവണ ഞങ്ങളൊരു സ്ഥാനാർത്ഥി ചർച്ചയിലേക്ക് കടന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരമൊരു ദൗത്യം എൻ്റെ മേലാണോ വന്നു ചേരുക അതോ മറ്റാരുടെയെങ്കിലും മേലാണോ എന്നുള്ളത് എനിക്ക് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കില്ല. ഞാൻ ജനപ്രതിനിധി ആവുമ്പോൾ ചെയ്ത കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പിലുണ്ട്. അതിൻ്റെ ഒരു തുടർച്ച സ്വാഭാവികമായിട്ടും എനിക്ക് ചെയ്യാൻ പറ്റും, ഞാനാണ് ആ ഉത്തരവാദിത്തത്തിലേക്ക് വരുന്നത് എങ്കിൽ. കാരണം എനിക്ക് തോന്നുന്നു തൃത്താലയിൽ ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ള, ആക്സസിബിൾ ആയിട്ടുള്ള, അപ്രോച്ചബിൾ ആയിട്ടുള്ള ഒരു ജനപ്രതിനിധി ഞാനായിരുന്നു. തൃത്താലയിൽ യഥാർത്ഥത്തിൽ MLA ഓഫീസ് സ്വതന്ത്രമായിട്ട് തുടങ്ങിയത് തന്നെ ഞാൻ MLA ശേഷമാണ്. അതുവരെ പാർട്ടി ഓഫീസുകളിൽ പോകണമായിരുന്നു. പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറിയുടെയും ലോക്കൽ സെക്രട്ടറിയുടെയും ഏരിയ സെക്രട്ടറിയുടെ ഒക്കെ കത്ത് വാങ്ങി MLA എവിടെയാണ്, പാർട്ടി പരിപാടിയിൽ എവിടെയാണ്, പാർട്ടി ഓഫീസിൽ എവിടെയാണ് ഇരിക്കുന്നത് നോക്കിയിട്ട് വേണം MLA കാണാൻ, എന്തെങ്കിലും നിവേദനം കൊടുക്കാൻ പോലും. ആ അവസ്ഥയ്ക്കൊക്കെ വലിയ മാറ്റം ഉണ്ടാക്കിയത് ഞാൻ വന്നതിന് ശേഷമാണ്. ഇപ്പോൾ എൻ്റെ പിന്തുടർച്ചയായിട്ട് വന്നിട്ടുള്ള ഇപ്പോഴത്തെ MLA മന്ത്രി അദ്ദേഹം സ്വന്തമായിട്ടുള്ളൊരു ഓഫീസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പാർട്ടി ഓഫീസിന് വ്യത്യസ്തമായിട്ടുള്ളൊരു ഓഫീസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഉണ്ടാക്കി വെച്ചൊരു ലെഗസി ഉണ്ട് തൃത്താലയിൽ. അപ്പോൾ അത് പിന്നീട് വരുന്ന ആളുകൾക്കും അത് പൂർണ്ണമായിട്ട് നിരാകരിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വികസന കാര്യത്തിലാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന അടിസ്ഥാന സൗകര്യ വികസനം ഇനിയും തൃത്താലയിൽ പൂർണ്ണമാവേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞു വരുന്നത് ഇത്രയാണ്, തിരിച്ച് വിജയിച്ച് തൃത്താലയിൽ തന്നെ എത്തി ഒരു എന്താ പറയുക, ഒരു പ്രതിനിധിയായിട്ട് അവർക്കൊപ്പം നിൽക്കുമ്പോൾ ഇതെല്ലാം അല്ല ഇനി അടുത്തൊരു ടൈമിലേക്ക് പ്രതീക്ഷിക്കാം. ഞാൻ അവൈലബിൾ ആയിരുന്നു. എനിക്ക് കാര്യങ്ങൾ നേരിട്ട് അറിയാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. അവസരം എന്നല്ല, ഞാനത് പ്രയോജനപ്പെടുത്തിയിരുന്നു. ഞാൻ ആക്സസിബിൾ ആയിരുന്നു. അപ്പോൾ ആ നിലയിൽ ആളുകളുടെ നേരിട്ടൊരു ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷനും ഫീഡ്ബാക്കും കിട്ടുമ്പോഴുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഇതുണ്ടല്ലോ, ആ നിലയ്ക്ക് എനിക്ക് ഇടപെടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഇനി അവസരം ഉണ്ടാവുകയാണെങ്കിൽ UDFൻ്റെ ജനപ്രതിനിധിക്ക് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ UDF അധികാരത്തിലേക്ക് തിരിച്ചെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ആര് മുഖ്യമന്ത്രി ആവണം എന്നാണ് ഒരു അഭിപ്രായം? ഞങ്ങൾ പാർട്ടി തീരുമാനം എടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ മുന്നിൽ നിർത്തേണ്ടതില്ല എന്നുള്ളത്. കോൺഗ്രസിൻ്റെ ഈ ഇലക്ഷൻ എന്ന് പറയുന്നത് അങ്ങനെ ഒരു പ്രത്യേകമായിട്ടുള്ള ഏതെങ്കിലും നേതാവിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടായിരിക്കില്ല എന്നുള്ളൊരു തീരുമാനമാണ് ഇപ്പോൾ പാർട്ടി നേതൃത്വം കൂട്ടായി എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ചോദ്യം ഇപ്പോൾ ഒരു ഹൈപ്പോത്തറ്റിക്കൽ ലെവലിലാണ്. എന്നാലും പേഴ്സണലി ഒരു താല്പര്യം എന്തെങ്കിലും പേഴ്സണൽ മനസ്സിലുണ്ടാവുമായിരിക്കുമല്ലോ. അല്ല, ഞങ്ങൾക്കൊക്കെ അഭിപ്രായം ഉണ്ടാവുമല്ലോ, സ്വാഭാവികം. മനസ്സിൽ മാത്രമല്ല, കൃത്യമായിട്ട് അഭിപ്രായം പറയേണ്ട ഘട്ടത്തിലാണല്ലോ അത് പറയുക. അപ്പോൾ അത് കൃത്യമായിട്ട് പറയേണ്ട ഘട്ടത്തിൽ പറയാൻ പറ്റും, ഞങ്ങൾക്കൊക്കെ പറ്റും. അപ്പോൾ ഏതായാലും നേതൃപ്രശ്നത്തിൻ്റെ പേരിൽ ഞങ്ങൾ ഉന്നയിക്കുന്ന വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ മാറാൻ പാടില്ല, അല്ലെങ്കിൽ അതിൽ നിന്ന് ഫോക്കസ് നഷ്ടപ്പെടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾക്ക് ഈ ഗവൺമെൻറ്റിനെതിരെ കൃത്യമായിട്ടുള്ള വിമർശനങ്ങളുണ്ട്, ജനങ്ങളുടെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കാനുണ്ട്, ജനങ്ങളുടെ കഴിഞ്ഞ 5 വർഷത്തെ ദുരിതമുണ്ട്. ഈ അവസാന സമയത്ത് ചില പൊടിക്കൈകളും മിനുക്കുപണികളും നടത്തിയാലൊന്നും കഴിഞ്ഞ ഇത്രയും കാലത്തെ ദുരനുഭവങ്ങൾ ജനങ്ങൾ മറക്കാൻ പോകുന്നില്ല. അപ്പോൾ അത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ജനങ്ങൾ ആഗ്രഹിക്കുന്നൊരു നല്ല മാറ്റം ഇവിടെ ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിനുശേഷം വരുന്ന പുതിയ എന്താ പറയുക MLA മാരൊക്കെ തിരഞ്ഞെടുക്കപ്പെട്ട് വരുന്ന സമയത്ത് ഏറ്റവും നല്ല ഒരു മുഖ്യമന്ത്രിയും കോൺഗ്രസിൻ്റേതായിട്ട് കേരളത്തിലുണ്ടാവും. അപ്പോൾ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാവിധ വിജയാശംസകളും ഉണ്ടാവട്ടെ എന്ന് ഞങ്ങൾ പറയുകയാണ്. ഒപ്പം തന്നെ തൃത്താലയ്ക്ക് വേണ്ടി ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും പറ്റട്ടെ. അപ്പോൾ എല്ലാ വിധത്തിലുള്ള ആശംസകളും നേരുന്നു. തീർച്ചയായിട്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFൻ്റെ വലിയൊരു തിരിച്ചുവരവ് കേരളം കാണും. അതിന് നിങ്ങളുടെ അടക്കമുള്ള എല്ലാവരുടെയും പിന്തുണ ഉണ്ടാവണം. തൃത്താലയിൽ സ്വാഭാവികമായിട്ട് ഞങ്ങളൊക്കെ ഇനിയും കുറേ കാലം ഉണ്ടാവും. അപ്പോൾ അവിടെയും നിങ്ങളെപ്പോലുള്ള ആളുകളുടെ പിന്തുണ ഉണ്ടാകിൽ വലിയ സന്തോഷമാണ്. താങ്ക് യു.